بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. قال الله عز وجل. വണ്ടൂരിലെ ജാമിഅ വഹബിയ അറബിയ എന്ന സ്ഥാപനം നിങ്ങളെല്ലാവരും കേട്ട പോലെ, ഇന്നലെയും മിനിഞ്ഞാന്നും മനസ്സിലാക്കിയതുപോലെ 1966 ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉടലെടുത്തതാണ്. അന്ന് കേരളത്തിൽ 1963 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന സ്ഥാപനം മാത്രമേ ബിരുദദാന ജാമിഅ എന്ന നിലയിൽ ആരംഭിച്ചിട്ടുള്ളൂ. ജാമിഅ നൂരിയ ആരംഭിച്ചിട്ടേയുള്ളൂ. അതിൽ പ്രഥമ ബിരുദം നൽകപ്പെടുന്നത് ജാമിഅ വഹബിയയുടെ ബിരുദം നൽകപ്പെടുന്ന അതേ വർഷത്തിൽ തന്നെയാണ്. അങ്ങനെ 50 വർഷം മുൻപ് കേരളത്തിൽ നിന്നു തന്നെ വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അറബി കോളേജിൽ അതിൻ്റെ ഏതാണ്ട് 100ഓളം വർഷം മുൻപ് നൽകപ്പെട്ടിരുന്ന ബിരുദം ഫാദിൽ, മൗലവി ഫാദിൽ എന്ന പേരിലുള്ള ബിരുദം, അതായത് മുത്തവ്വൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നതിന് പറയാം. ഇത് നൽകപ്പെട്ടു വരുന്ന സ്ഥാപനമാണ് ജാമിഅ വഹബിയ. വഹബികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരൊക്കെയും ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളാണ്. നിങ്ങളിപ്പോൾ കേട്ടതുപോലെ ബഹുമാനപ്പെട്ട പുലിപ്പാറ സുലൈമാൻ മുസ്ലിയാർ, അതുപോലെ ഇവിടെ പ്രസംഗിച്ച താജുദ്ദീൻ മുസ്ലിയാർ പോലുള്ളവരുടെയൊക്കെ ദർസ് ജീവിതത്തിൻ്റെ ആരംഭത്തിലെ ഗുരുവായ എൻ്റെ അഭിമന്യ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാനപ്പെട്ട ഹംസക്കോയ മുസ്ലിയാർ അവർകൾ, അവരെ അന്ന് വണ്ടൂരിൽ അന്നത്തെ പണ്ഡിതന്മാരൊക്കെ കൊച്ചി എന്ന പേരിലാണ് അറിയുക, കൊച്ചിയിൽ നിന്ന് വന്ന ആൾ എന്ന നിലയിൽ. അവരൊക്കെ ഈ ജാമിഅ വഹബിയയിൽ നിന്നുള്ള സന്തതികളാണ്. അതിൻ്റെ 50 വർഷം പൂർത്തിയായ സന്തോഷവും ആഹ്ലാദവും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട വിധം തന്നെ നന്ദിപൂർവം ആഘോഷിക്കുക, കേരളീയ ജനതയെ അറിയിക്കുക, അവരുടെ കൂടി പ്രാർത്ഥനകൾ, സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുക. മേലിലും ഇത് തുടർന്ന് കിട്ടുന്നതിന് വേണ്ടി നല്ല മനസ്സുള്ളവരെല്ലാം അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് കഴിഞ്ഞ ഡിസംബർ 25-ന്, ഈ കഴിഞ്ഞല്ല 2014 ഡിസംബർ 25-ന് തുടക്കം കുറിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രഭാഷണ പരമ്പര പോലെ 2-3 ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രഭാഷണ പരമ്പരകൾ ധാരാളം ഇടങ്ങളിൽ
പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനമുറകളും സംസ്കാരവുമെല്ലാം പഠിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരകൾ പലയിടത്തും നടന്നു. പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ശ്രദ്ധിപ്പിക്കുന്ന പലവിധ സെമിനാറുകൾ പലയിടത്തും നടന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് കണ്ണൂരിൽ ഖുർആൻ സെമിനാർ നടന്നത്. 2 മാസം മുൻപാണ് എറണാകുളത്ത് പെരുമ്പാവൂരിൽ ഹദീസ് സെമിനാർ നടന്നത്. അങ്ങനെ സെമിനാറുകൾ, നവോത്ഥാന സെമിനാർ, ഫിഖ് സെമിനാർ, ഐക്യ സെമിനാർ, ഇങ്ങനെ വിവിധ പേരുകളിൽ അനേകം സെമിനാറുകൾ കേരളീയ സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വിധത്തിൽ തന്നെ ഉപകാരപ്രദമായ നല്ല മുദ്രാവാക്യങ്ങളും ആശയങ്ങളും നൽകിക്കൊണ്ടുള്ള പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ വരുന്ന മാസം, അതായത് ഈ മാസം തന്നെ 17-ാം തീയതി വയനാടിൽ നടക്കുന്നത് വയനാടിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഒരു കാർഷിക സെമിനാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നല്ല സംരംഭങ്ങളെയെല്ലാം വിജയിപ്പിക്കുകയും അതിൻ്റെ സത്ഫലം അള്ളാഹുവിൻ്റെ ദീനിനും ദീനിൻ്റെ ഉലൂമുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്തരം നല്ല പരിപാടികളോടൊപ്പം ജാമിഅ വഹബിയ്യക്കു കീഴിൽ 8ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികളെ സ്കൂളിലും അതോടൊപ്പം ദർസിലും പഠിപ്പിക്കുന്ന വിധം സ്കൂളിൽ പഠിക്കാത്ത SSLCയും +2വും ഡിഗ്രിയും കിട്ടാത്ത കുട്ടികൾ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന നിലയിലുള്ള ഒരു നിർബന്ധം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ സമുദായത്തെയും പിടികൂടിയതുകൊണ്ട് നമ്മുടെ മക്കൾക്കെല്ലാം നമ്മളിതെല്ലാം നൽകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എല്ലാ മക്കൾക്കും സ്കൂൾ വിദ്യാഭ്യാസമടക്കമുള്ള സ്കൂളിലെ ഡിഗ്രികളടക്കമുള്ള ഭൗതിക ഡിഗ്രികൾ, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഡിഗ്രികളോടൊപ്പം ദർസു പഠനവും സ്ഥാപനത്തിൽ വെച്ചു തന്നെ നൽകുന്ന ജൂനിയർ ദർസുകളുടെയും അറബിക് കോളേജുകളുടെയും ഒരു സംവിധാനം ഇൻഷാ അല്ലാഹ് ഈ സുവർണ ജൂബിലിയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുകയും അടുത്ത വിദ്യാഭ്യാസ വർഷം മുതൽ ഇതാരംഭിക്കുകയും ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ സന്ദേശം കേരളീയ സമൂഹത്തെ അറിയിക്കൽ കൂടി ഈ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശം വണ്ടൂരിൽ മാത്രം നടക്കാവുന്നതല്ല. കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും പള്ളി ദർസുകൾ സൗകര്യമുള്ള എല്ലായിടത്തും ഈ സിലബസ് പ്രകാരമുള്ള പഠനം തുടർന്നു കൊണ്ടുപോകുവാനും നടത്തിക്കൊണ്ടുപോകുവാനും പറ്റും. 8-9 വർഷക്കാലത്തെ പഠനം കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസത്തിലെ ഡിഗ്രിയും അതോടൊപ്പം പണ്ഡിതന്മാർക്ക് നൽകപ്പെടുന്ന സാധാരണഗതിയിലുള്ള ഡിഗ്രിയും ഉലമാക്കളുടെ ഡിഗ്രിയും നൽകുന്ന വിധം പരമാവധി അല്ലേ എനിക്ക് സാധിക്കൂ. ഒരു ഇൽമിൽ മാത്രം പഠിച്ചുകൊണ്ട് വളരുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടമോ ത്രാണിയോ കഴിവോ സിദ്ധികളോ എല്ലാം കൂടി ഒപ്പിച്ചു പഠിക്കണമെന്നുള്ളവർക്ക് കിട്ടില്ല, അത് നടക്കുകയില്ല. മാ ജഅലല്ലാഹു റജുലൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരാളുടെയും ഉള്ളിൽ അല്ലാഹു തആല 2 ഹൃദയം വെച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വാചകപ്രകാരം 2 കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന വിധം 2 മനസ്സ് അല്ലാഹു തആല നൽകാത്തതുകൊണ്ട് ഒരേ ഇൽമിൽ ശരിക്കും ഒഴുകുന്ന ആളുകൾക്ക് മാത്രമേ ആ ഇൽമിൽ അവഗാഹം നേടാൻ പറ്റുകയുള്ളൂ, അതിൽ വലിയ വമ്പന്മാരായി തീരുകയുള്ളൂ. ഇതനുസരിച്ചുകൊണ്ടാണ് കാലം ഇത്രയും ദീനീയ ഇൽമ് പഠിക്കുന്ന ആളുകൾ ദീനീയ ഇൽമിൽ അവഗാഹം നേടുന്നവരായിരിക്കുന്നതിന് വേണ്ടി അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറിയത്. അതിൻ്റെ ഫലമായി പുറത്തു വന്നവരാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന തലമുതിർന്ന ആലിമുകളെല്ലാവരും. ഇന്നത്തെ ആലിമുകളുടെ കൂട്ടത്തിൽ പണ്ഡിത നിരയിൽ ഏതാണ്ട് ഏറ്റവും പ്രായം കൂടിയ നിരയിൽപ്പെട്ടവരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ VM മൂസ ഉസ്താദ് അവറുകൾ. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷരായ ബഹുമാനപ്പെട്ടവർ ഇന്നത്തെ തലമുറയിൽ കേരളത്തിലെ ഉലമാ നിരയിലുള്ള ഏറ്റവും മുതിർന്ന നിരയിൽപ്പെട്ടവരാണ്.
അവരുടെ അതേ കൂടെ തന്നെ വെല്ലൂർ ബാഖിയാത്തിൽ താമസിച്ചിരുന്നവരും ഒരേ സമയം ഡിഗ്രി എടുത്തവരുമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷരായ ബഹുമാനപ്പെട്ട മൗലാന NK ഉസ്താദ് അവർകൾ. ആ നിലയ്ക്ക് താഴെയുള്ളവരെ കേരളത്തിലുള്ളൂ. ഞങ്ങളിത് പ്രത്യേകം ഊന്നി പറയുന്നത്, ഈ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ ഏറ്റവും മഹത്തായ ഒരു പരിപാടി, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന ഒരു പരിപാടി എന്ന് നാം ആശിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു പരിപാടി, ദർസു രംഗത്ത് തന്നെ 50 വർഷം പൂർത്തിയാക്കിയ മുദരിസുമാരെ, അതായത് സുവർണ മുദരിസുമാരെ ആദരിക്കുക എന്ന ഒരു ചടങ്ങാണ്. 50 കൊല്ലം ദർസ് തന്നെ നടത്തിക്കൊണ്ടിരുന്നവർ, അറബിക് കോളേജുകളിലാവട്ടെ പള്ളി ദർസിലാവട്ടെ, ദർസി രംഗത്ത് ഉയർന്ന വിദ്യാഭ്യാസവും ഇൽമും നിലനിൽക്കുന്നതിന് വേണ്ടി 50 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ദീർഘായുസ്സും തൗഫീഖും നൽകുക എന്ന് പറയുന്നത് ചെറിയ ഒരു ഭാഗ്യമല്ല. മിക്കവാറും ആളുകൾക്ക് ഇത് കിട്ടാറുമില്ല. 50 കൊല്ലത്തിന് മുൻപ് മിക്കവാറും ആളുകൾ മരണപ്പെട്ടു പോകും. ഒരു 50 കൊല്ലം ദർസ് നടത്തണമെങ്കിൽ അന്നത്തെ കാലത്ത് വളരെ ചുരുങ്ങിയത് ഇപ്പോൾ 75 വയസ്സായ ഒരാൾക്കേ അത് സാധിക്കൂ. 75-76 വയസ്സായ ആൾക്ക് ഒരു 10-25 കൊല്ലം, അന്നത്തെ കാലത്ത് ഒരു 10-25 വയസ്സ് വേണം ഒരാൾക്ക് തഹ്സീലാവാൻ. അത് കഴിഞ്ഞൊരു 50 കൊല്ലം ദർസ് നടത്തണ്ടേ? ഒരു 10-75-76 കൊല്ലം വയസ്സായവർക്ക് അതിന് ഭാഗ്യമുണ്ടാവും. അതും കടന്ന് ഒരു 4-5 കൊല്ലം കൂടി വീണ്ടും ദർസ് നടത്തിയവരാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുവന്ദരായ മൂസ ഉസ്താദ് അവർകൾ. എത്ര അവശനായാണ്, എത്ര പ്രയാസപ്പെട്ടാണ് ബഹുമാനപ്പെട്ടവർ വന്നെത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം പെരുമ്പാവൂരിൽ നടന്ന ഹദീസ് സെമിനാറിനും പള്ളിയുടെ പെരുമ്പാർ പള്ളിയുടെ മുകളിലുള്ള ഹാളിലായിരുന്നതുകൊണ്ട് കസേരയിൽ വെച്ച് ചുമന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ആ പരിപാടിയിലേക്ക് എടുത്തുകൊണ്ടുവരപ്പെട്ടത്. ഇപ്പോൾ ഇന്ന് വന്നപ്പോഴും ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരപ്പെട്ട ആ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ടവർക്ക് പോരാൻ കഴിയാഞ്ഞിട്ട് ഒരു കസേര കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ എടുത്തു കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചത്. ഇത്ര പ്രയാസപ്പെട്ട് സാഹസപ്പെട്ട് ബഹുമാനപ്പെട്ടവർ പങ്കെടുക്കുന്നത് ഈ പരിപാടിയോടുള്ള കൂറുകൊണ്ടും സന്തോഷം കൊണ്ടും, ഇൽമുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇത്തരം പരിപാടികൾ നിഷ്കളങ്കമായും നിസ്വാർത്ഥമായും നടത്തപ്പെടുന്നതാണ് എന്ന ചിന്ത കൊണ്ടും അത്തരം മനസ്സുകൊണ്ടും അതിനോട് പിന്തുണക്കുക, അതിൻ്റെ പൊരുത്തവും ആശീർവാദവും അതിൽ പങ്കെടുത്തവരുടെ പ്രാർത്ഥനയിൽ ലഭിക്കുക എന്ന താല്പര്യത്തോടെയാണെന്ന് അദ്ദേഹം തുറന്ന് നമ്മോട് പറഞ്ഞല്ലോ. ഒരു 2 സംസാരമൊന്നും അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് വേണ്ടതില്ല. 2 മുഖവും കാണിക്കേണ്ടതില്ല. ഒരേ മുഖത്തിലൂടെ ഒരേ മനസ്സിലൂടെ തുറന്ന മനസ്സുമായി സംസാരിക്കുന്ന പ്രകൃതക്കാരായ അത്തരം ആലിമുകൾ ഈ നല്ല ശ്രമങ്ങളെ കാണുകയാണ്. ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ടവർ അടക്കമുള്ള പണ്ഡിതന്മാർ 50 കൊല്ലം ദർസ് പൂർത്തിയാക്കിയിട്ടുള്ള സുവർണ മുദരിസുമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് കേരളത്തിലെ പക്ഷഭേദമില്ലാതെ സുന്നി സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെ തിരഞ്ഞെടുക്കുകയും ബന്ധപ്പെടുകയും അതിലേക്ക് ക്ഷണിക്കുകയും അവരൊക്കെ അംഗീകരിക്കുകയും ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന സമാപന സമ്മേളനത്തിൽ ഇൻഷാ അല്ലാഹ് അവരെ ആദരിക്കും. അത് ഭംഗിയിൽ നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതാണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു നോക്കുമ്പോൾ ഒരു 10-20-30 ഒരു 20 പേരിൽ ലേശം അവിഞ്ഞു നിൽക്കുന്ന ആളുകൾ മാത്രമേ 50 കൊല്ലം ദർസ് നടത്താൻ തൗഫീഖ് കിട്ടിയവരുള്ളൂ. ഒരു 10, 70, 75 ആകുമ്പോൾ പണ്ഡിതന്മാർ മിക്കവാറും അല്ലാഹു തആല ആയുസ്സ് നൽകിയത് അവസാനിക്കും. അത് അവസാനിക്കാതെ വേണമല്ലോ ഒരു 50 കൊല്ലം ദർസ് നടത്താൻ കിട്ടുക. ദർസ് നടത്തുന്നൊരു മുദരിസിനെ നമ്മൾ ചെറുതായി മനസ്സിലാക്കിക്കൂടാ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിടം മുതൽക്ക് സാധാരണഗതിയിലുള്ള ദർസിന്റെ സമയമായ അസറിന്റെ സമയം വരെ ഒരു മുദരിസ് സദാ സമയവും ഇൽമിലാണ്, ഇൽമു പഠിപ്പിക്കുന്നതിലാണ്. ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന സമയങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ളതും അതിശ്രേഷ്ഠമായതുമായ കർമ്മം ഏതാണെന്നാൽ ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ചെലവഴിക്കുന്ന ഇൽമിൽ നിരതമാകുന്ന സമയമാകുന്നു എന്നത് പണ്ഡിത മഹത്തുക്കൾ ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ഒരു പരമാർത്ഥമാണ്. ഈ ഇൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പോലും പ്രാധാന്യമില്ല.
എന്ന് വെച്ചാൽ ഇൽമിന് അനിവാര്യമായിട്ടുള്ള മീസാൻ, അജ്നാസ് തുടങ്ങിയിട്ടുള്ള അറബ് ഭാഷയുടെ ഗ്രാമർ പഠിപ്പിക്കുക എന്ന ആ പരിപാടിയിലോ അത് പഠിക്കുക എന്ന പ്രവൃത്തിയിലോ ഇൽമ് പഠിക്കാൻ വേണ്ടി അനിവാര്യമായിട്ടുള്ള വിദ്യകളും അറിവുകളും എന്ന നിലക്ക് അത് പഠിക്കുന്നയും അത് പഠിപ്പിക്കുന്നയും അധ്യാപകന്റെയും ആ പ്രവൃത്തിയുടെ പുണ്യം അല്ലാഹു തആലാനോട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫർളാക്കപ്പെട്ട നമസ്കാരം മാറ്റി നിർത്തിയാൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഇടപെട്ടവർക്ക് പോലും അത്ര വലിയ സ്ഥാനമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ വളരെ വലിയ മഹത്തായ പുണ്യകർമ്മം തന്നെ 50 കൊല്ലം അല്ലാഹു തആലാന്റെ വജ്ഹിന് വേണ്ടി ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച നമ്മുടെ മുദരിസുമാർ ഉലമാക്കളെ എല്ലാം ആ വിധം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. വല്ല ഉദ്ദേശ ശുദ്ധിക്ക് ഭംഗവും വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരുടേതും നമ്മുടേതും ഒക്കെ പരിഹരിക്കുമാറാവട്ടെ. അത്തരം മുദരിസുമാരെ കക്ഷിത്വത്തിനോ വിഭാഗീയതക്കോ ഒന്നും ഒരു നിലയിലും അവസരം നോക്കാതെ എല്ലാവരെയും കൂടി ആദരിക്കുക എന്നതാണ് ജാമിയ വഹബിയുടെ ലക്ഷ്യം. അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു സ്റ്റേജിൽ സാധാരണഗതിയിൽ പങ്കെടുക്കാത്തവരാണ്. അള്ളാഹു ആരെ പങ്കെടുപ്പിക്കുമാറാവട്ടെ. നമ്മൾ ആശിക്കഞ്ഞ് നമ്മൾ ആര് മെനക്കെട്ടിട്ട് ചിലപ്പോൾ പങ്കെടുത്തോണമെന്നൊന്നുമില്ല. അങ്ങനെയാണ് ഇന്നത്തെ കേരളീയ സാഹചര്യം. സംഘടനാപരമായ സങ്കുചിതത്വം വന്ന് കലുഷമായിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെയും പ്രത്യേകിച്ച് മതവിദ്യാർത്ഥികളുടെ മനസ്സ്. ഈ ഒരവസ്ഥയിൽ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് അവർകൾ ആ ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷരെന്ന നിലക്ക് ആമുഖമായി ഉദ്ഘാടനത്തിൽ മഹാനവർകൾ വരച്ചിട്ട വരകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമായിട്ടും ഹക്കായും മനസ്സിലാക്കിക്കൊണ്ട് തമ്മിൽ സഹകരിച്ചും പൊരുത്തപ്പെട്ടും അംഗീകരിച്ച് നല്ല പ്രവർത്തനങ്ങളെ പിന്തുണക്കേണ്ടതിൻ്റെ ബാധ്യതയാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഉണർത്തിയത്. ആ ഉണർത്തിയ പരിപാടി അങ്ങനെ തന്നെയാണ് ജാമിയ വഹബിയയും അത് പ്രതിനിധാനം ചെയ്യുന്ന ഉലമാക്കളും പ്രത്യേകമായി ഉദ്ദേശിക്കുന്നുള്ളൂ. സംഘടനകൾക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നല്ലത് ബോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട സംവിധാനങ്ങൾ മാത്രമാണ് ഇന്നത്തെ ചുറ്റുപാട്. സംവിധാനങ്ങൾ വേണമല്ലോ അതിനൊക്കെ. ചില പ്ലാറ്റ്ഫോമുകൾ, ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി, പരിശുദ്ധ ദീനിനു വേണ്ടി. ഈ ദീനിനു വേണ്ടിയുള്ള പരിശ്രമത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാമിയ വഹബിയ എന്ന സ്ഥാപനം. അഭിവന്ദരായ താജുൽ ഉലമ ശൈഖുന അവർകൾ ഇപ്പം നിങ്ങൾ ഇതുവരെ തുടക്കം മുതൽ കേട്ട നമ്മുടെ ഉമ്മപങ്ങന്മാർ മുഷിഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ആലിമിൻ്റെയും ആ സ്ഥാപനത്തിൻ്റെയും ഒക്കെ പത്രാസന ലഭിക്ക് കേൾക്കുന്നുണ്ട്. ഇനിയും അതിൻ്റെ കേൾക്കാനാണ് ആ വാഴലിൻ്റെ ശാസ്ത്രം അവർ ചിന്തിക്കാം. ആ ബഹുമാനപ്പെട്ട മഹാനവർകൾ ഉലമാക്കളെ അത്രയും കാലം പള്ളി ദർസിൽ പഠിപ്പിച്ച് ദർസിൽ തന്നെ പഠിപ്പിച്ചിരുന്ന ഉലമാക്കളെ, അവിടുത്തെ വണ്ടൂർ പള്ളി ദർസിൽ നിന്ന് പഠിച്ചിരുന്ന ഉലമാക്കളെ വെല്ലൂർ ബാക്കിയാത്തിലേക്ക് വിടുകയാണ് ബഹുമാനപ്പെട്ടവർ അത്യന്തം അസാധാരണമായി നടത്തിക്കൊണ്ടിരുന്ന പഴക്കം. ബിരുദത്തിന് പോകുന്നവർ ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ടവരെക്കാൾ പ്രായമുള്ളവരാണ് ബഹുമാനപ്പെട്ടവരുടെ ആദ്യകാലത്തുള്ള അനേകം ശിഷ്യന്മാർ. അവരിൽ പലരും ബാക്കിയാത്തിലൊക്കെ പോകാത്തവർ കാണും. ബഹുമാനപ്പെട്ടവരെക്കാൾ 10ഉം 20ഉം വയസ്സായവരായിരുന്നു തലക്കടത്തൂർ ദർസിലൊക്കെ ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്ന കാലത്ത് അവരെടുത്ത് വന്ന് ഓതിയിരുന്നത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അടുത്ത വിദ്യാർത്ഥികൾ വലിയ 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 ആളുകളായിരുന്നു. വലിയ വലിയ പ്രായം ചെന്ന മുദരിസുമാർ. ആ മുദരിസുമാർ ദർസ് നടത്തുന്ന സ്ഥലത്ത്, ഉദാഹരണമായി വളവന്നൂർ ദർസ് നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട പരീക്കുട്ടി മുസ്ലിയാർ, പരീഉദ്ദീൻ മുസ്ലിയാർ എന്ന അവരുടെ പേര്. പരീക്കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ വളവന്നൂരിൽ ദർസ് നടത്തിയിരുന്ന ആള് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവർകളെ പരിചയപ്പെടുത്തിയത് നാദാപുരത്ത് ഓറ് പറയാറുണ്ട്, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ. അവർ പറഞ്ഞ അങ്ങനെ, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ മഅഖൂലും മങ്കൂലുമായ, അതായത് അമ്പിയാക്കന്മാരിൽ നിന്ന് ഉദ്ധരിച്ച് തന്നെ കിട്ടുന്ന ഇൽമും അഖല് കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കി തീർത്ത അതിന് സഹായകമായ മറ്റ് ഇൽമുകളിലും എല്ലാം അവഗാഹമുള്ള ഒരാൾ ഞാൻ കണ്ടത് തലക്കടത്തൂരിൽ ദർസ് നടത്തുന്ന ഇന്ന പേരുള്ള, അതായത് താജുൽ ഉലമയുടെ പേര് പറഞ്ഞിട്ട് ഈ പേരുള്ള ഒരാളെയാണ്. ഇത് കുട്ടിക്കാലത്ത് കേട്ടയിടം മുതൽ കാണും ഓറെ ഞാൻ കേൾക്കുന്നത് നാദാപുരത്തെ ശംസുൽ ഉലമ കിയനൂർ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമയുടെ അതേ പ്രായമുള്ളവരാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കിയനൂർ. അവർ പറയാം, അവരീ പറയുന്ന വളവന്നൂരിൽ ദർസ് നടത്തിയിരുന്ന പരീക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹം ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ എന്നാണ് താജുൽ ഉലമ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എത്ര പ്രായം വേണം?
ആ പ്രായമുള്ളവർ വെളിയങ്കോട് തട്ടാങ്കര കുറ്റ്യാമ മുസ്ലിയാർ എന്ന പൊന്നായിയിലെ കേരളത്തിലെ ഇബ്നു ഹജർ എന്ന് വാഴ്ത്തപ്പെടുന്ന മഹാനായ പണ്ഡിതന്റെ അടുത്ത് നിന്ന് തവണകളോളം ഫത്ഹുൽ മുഈൻ ഓതിയ, കേട്ടവർ പറയുന്നത് 33 തവണ ഫത്ഹുൽ മുഈൻ ഓതിയ എന്നാ. എനിക്ക് കൃത്യമായി അറിയില്ല. 33 തവണ തട്ടാങ്കര കുറ്റ്യാമ മുസ്ലിയാറിൽ നിന്ന് ഫത്ഹുൽ മുഈൻ ആവർത്തിച്ചോതിയിട്ടുള്ള ആ മഹാനാണ് ദർസ് നടത്തുന്ന വളവന്നൂരിൽ നിന്ന് അവരുടെ ദർസ് കഴിഞ്ഞിട്ട് തലക്കടത്തൂരിൽ ദർസിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവരുടെ മുൻപിൽ വന്ന് സിഹാഹുസിത്തിന്റെ പ്രത്യേകമായ ഭാഗങ്ങളും അതുപോലുള്ള കിതാബുകളൊക്കെ ഓതിയിരുന്നത്. അങ്ങനത്തെ ദർസാണ്. ബഹുമാനപ്പെട്ട ഇവർ പറഞ്ഞല്ലോ, മൂസസ്താദ് അവர்கள் പറഞ്ഞല്ലോ, തലക്കടത്തൂരിലെ തങ്ങള് ബഹുമാനപ്പെട്ട താജുൽ ഉലമായുടെ അടുത്ത് തലക്കടത്തൂരിലെ ദർസിൽ ഓതാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ഓതാൻ വേണ്ട കിതാബുകൾ അന്ന് അവിടെ ഇല്ല. സാധാരണഗതിയിൽ നടക്കുന്ന ദർസുകളിൽ ഇദ്ദേഹത്തിന് തുടങ്ങാനും പഠിപ്പിക്കാനും ആവശ്യമായ നിലക്കുള്ളത് കിതാബുകൾ അവിടെ ഇല്ല ദർസ്. അപ്പോൾ അവരെ ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ എന്ന ഒരു ഫഖീഹ് ഉണ്ടായിരുന്നു. കരിങ്കപ്പാറിന്റെ ഫത്ഹുൽ മുഈൻ എന്നൊക്കെ പറഞ്ഞ് നന്നാക്കിയ മുതല്ലിമീങ്ങൾക്കറിയാം. ആ കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്തേക്ക് ഓതാൻ വിട്ടത് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവർ. ഉസ്താദാകാൻ ചെന്നിട്ട് ദർസിന് സൗകര്യമില്ലാത്തത് കൊണ്ട് അവർ വിട്ടതനുസരിച്ചാണ് കരിക്കപ്പാറയുടെ അടുത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ പോയത്. അപ്പൊ എത്ര വലിയ ആലിമുകളാണ് മഹാനുടെ അടുത്ത് ഓതിപ്പോയത്. ആ മഹാമനീഷി വെല്ലൂർ ബാക്കിയാത്തിലേക്ക് വിട്ടിരുന്ന ഒരു സംഘം ആളുകൾക്ക് അവിടെ നിന്ന് ബാക്കവി ബിരുദം കിട്ടുന്നതിന്റെ മുൻപായി കേരളത്തിലെ ഉലമാക്കൾക്കിടയിൽ ഉണ്ടായിത്തീർന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നുള്ള ഒരു ചെറിയ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന സംഘത്തിൽ നിന്നും ഉണ്ടായതിനെ തുടർന്ന് വെള്ളൂരിലെ ഉലമാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അവിടുത്തെ അന്നത്തെ പ്രിൻസിപ്പൽ ഉത്തമവാളയും അബൂബക്കർ ഹദറത്ത് അടക്കമുള്ള വലിയ നേതാക്കളുടെ നേതൃത്വത്തിൽ കുറച്ചാളുകൾ കോളേജിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നു. അതിൽപ്പെട്ട ഒരു സംഘം വണ്ടൂർ ദർസിൽ നിന്ന് പോയിരുന്നവരാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ അവരുടെ ശിഷ്യന്മാരായിരുന്നു. അവരെ അവരുടെ വണ്ടൂർ വെല്ലൂരിലെ പഠനകാലത്തെ ഏതാണ്ട് 1.5 വർഷം അവർക്ക് ലഭിച്ച പഠനകാലം മുഴുവൻ വകവെച്ചു കൊടുത്തുകൊണ്ട് പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന സമസ്തയുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സമസ്തയുടെയും ആ സ്ഥാപനത്തിന്റെയും അധ്യക്ഷരും അധികാരിയുമായ ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ മെനക്കെട്ടിട്ടും സ്ഥാപനത്തിന്റെ ഭാരവാഹികളിൽ നിന്ന് അതിന് അനുകൂല മറുപടി കിട്ടാതെ വന്നപ്പോ ഇവർക്ക് സനത് കൊടുത്ത് രക്ഷപ്പെടുത്തുന്നതിനാണ് ജാമിഅ വഹബിയ എന്നൊരു സ്ഥാപനം ഉടലെടുക്കാൻ കാരണം. എന്ന് വെച്ചാൽ വളരെ അനിവാര്യമായ ഒരു വേളയിൽ നിർബന്ധിതമായ സാഹചര്യത്തിന്റെ സമ്മർദ്ദപ്രകാരം അങ്ങനെ ഉണ്ടാകുകയായിരുന്നു അത്. അള്ളാഹുവിന്റെ ഒരു ഖള. ആ സ്ഥാപനമാണ് 50 വർഷം പൂർത്തിയാക്കിയത്. ഏതാണ്ട് ഒരു ദശകം പിന്നിട്ട ശേഷമാണ് ഈ ഉള്ളവൻ ജാമിഅ വഹബിയയിൽ പഠിക്കുന്നത്. ഞാൻ ജാമിഅ വഹബിയുടെ ഒരു വഹബി എന്ന പേരിലുള്ള ഒരു സന്തതി തന്നെയാണ്. എൻ്റെ മുൻപ് 8-10 വർഷം മുൻപ് ജാമിഅ വഹബിയയിൽ നിന്ന് പണ്ഡിതന്മാർ ബിരുദമെടുത്തു പോന്നിട്ടുണ്ട്. അതിൽപ്പെട്ടവരാ പി അംസക്കോയ ബാത്തമി തുടങ്ങിയിട്ടുള്ളവരൊക്കെ. അവരുടെയും മുൻപ് എൻ്റെ ബഹുവന്യ ഉസ്താദ് ശൈഖുനാ അലൈ മുസ്ലിയാർ പോലുള്ളവരാണ് അതിലെ ആദ്യത്തെ വിഭാഗം. അത്തരം പണ്ഡിതന്മാർ മുതൽ, അതായത് 76-78 വയസ്സായിട്ടുള്ള പണ്ഡിതന്മാർ മുതൽക്ക് ജാമിഅ വഹബിയുടെ സന്തതികളായി കേരളത്തിൽ ഒരുപാട് ഉലമാക്കളുണ്ട്. അത്തരം ഉലമാക്കളെയെല്ലാം വാർത്തുവിട്ട മഹത്തായ ആ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലിയുടെ ഒരു കൊല്ലം നീണ്ടു നിന്ന ആഘോഷത്തിന്റെ പരിപാടി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഈ ഏപ്രിൽ 7, 8, 9, 10 തീയതികളിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളന പരിപാടികളോടുകൂടെ സമാപിക്കുകയാണ്. ആ പരിപാടിയിലേക്ക് പറ്റുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമെല്ലാം പരമാവധി പങ്കെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഉണർത്തുകയാണ്. ബിരുദം വാങ്ങുന്ന ആളുകൾക്ക് ഒരു ബിൽഡിങ്ങും മറ്റും വേണ്ട, പള്ളിയും തന്നെ നടക്കട്ടെ എന്നുള്ള നിലക്കാണ് ബഹുമാനപ്പെട്ടവർ നടത്തിയിരുന്നത്. അവരുടെ അവസാന കാലത്താണ് ഞങ്ങൾ പരിശ്രമിച്ചിട്ട് ഒരു ബിൽഡിംഗ് എടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിയും സ്ഥലം വാങ്ങാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും ശൈഖുനാ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്തിയതിനെ തുടർന്നാണ് 1990 മുതൽക്ക് പള്ളിയുടെ നേരെ മുൻവശത്തുള്ള സ്ഥലം വിലക്കെടുത്തുകൊണ്ട് അവിടെ സ്ഥാപിച്ച കെട്ടിടത്തിലേക്ക് ഇതിന്റെ ക്ലാസ് മാറുന്നത്. ഇതതിൻ്റെ പ്രവർത്തന ശൈലി. അതായത് അത്യാവശ്യപ്പെട്ട പരിപാടികൾ മാത്രം, സിമന്റും കല്ലും നിർമ്മാണ പ്രവർത്തനങ്ങളും എന്ന രീതിയിൽ ചെലവഴിക്കപ്പെടുന്നത് അത്യാവശ്യം മാത്രം. ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള പരിപാടി നടക്കുമ്പോൾ ഏതാണ്ട് ചില കെട്ടിട പ്രവർത്തനങ്ങൾ 1.5 കോടി രൂപയിൽ ഒതുങ്ങുന്ന കെട്ടിട പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.
ഇൻഷാ അല്ലാഹ് ഈ ജാമിയ ഈ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തോടുകൂടി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്യാവശ്യം കഴിയും. അതിനുശേഷം വീണ്ടും ജൂനിയർ കോളേജിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടി വരും. അപ്പോൾ നിർബന്ധിതമായ ഒരു സാമ്പത്തിക ചെലവ് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പരിപാടിയിലേക്ക് കൂടി ജാമിയ വഹബിയ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നു. ആവശ്യം വന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശ്വാസി സമൂഹം, ഇവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആ സ്ഥാപനത്തിന്റെ സന്തതികളായ ആളുകൾ, വഹബികളായിട്ടുള്ള പണ്ഡിതന്മാരും അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ചേർന്ന് നിങ്ങളെ സമീപിച്ചാൽ അത്തരം പരിപാടികളൊക്കെ വിജയിപ്പിക്കുകയും പറ്റുന്നവർ നമ്മുടെ ഈ പരിപാടിയുടെ സമാപനത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് ദുആയിൽ പങ്കെടുക്കുവാൻ പറ്റുന്ന വിധം ഈ ഉലമാക്കളുടെ ഒക്കെ പൊരുത്തവും ആശീർവാദത്തോടുകൂടെയും അവരുടെ ആത്മീയമായ സാന്നിധ്യത്തോടുകൂടെയും നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ നടത്താം. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ആ ദുആയിൽ പങ്കെടുക്കാൻ പറ്റുന്ന വിധം ഏതെങ്കിലും നിങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾ ആരെങ്കിലും അതിന് സഹായിക്കുന്നവരുണ്ടെങ്കിൽ, സംഖ്യകളായി കൊടുക്കാൻ പറ്റാത്തവർ വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, പ്രവർത്തകന്മാർ വന്ന് കണ്ടു വാങ്ങാൻ പറ്റുന്ന സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ വാഗ്ദാനമായോ അല്ലെങ്കിൽ നേരിട്ട് കൊടുത്തുകൊണ്ടോ ഈ പരിപാടിയോട് സഹകരിക്കുകയും സഹായിക്കുകയും വേണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. പറഞ്ഞു അങ്ങനെ സമയം പോയി. വളരെ കുറഞ്ഞ സമയം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഒരല്പം വിശ്വാസികൾ പറഞ്ഞിരിക്കേണ്ട ചില കാര്യം മാത്രം സംസാരിക്കാം. അറിവാണ് പ്രധാനം എന്ന് നമ്മൾ പറഞ്ഞതുപോലെ എന്തിനാണ് ഈ അറിവ് എന്ന് നമ്മൾ ചിന്തിക്കണമല്ലോ. മനുഷ്യന് ആവശ്യമുള്ള അറിവാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് വിശുദ്ധ ഖുർആൻ പലതവണ സന്ദർഭത്തിനനുസരിച്ച് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ കഥ, ആദം നബി അലൈഹിസ്സലാമിനെയും ആദമിന്റെ മക്കളായ മനുഷ്യ വിഭാഗത്തെയും അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇൽമു നൽകി എന്നാണ് തുടക്കം അല്ലാഹു പറയുന്നത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ഇൽമുകൾ എമ്പാടും ആദം നബി അലൈഹിസ്സലാമിന് നൽകി. ഇൽമു നൽകി എന്ന് പറഞ്ഞാൽ അപ്പം നൽകുന്ന ഇൽമ് വസ്തുക്കളുടെ പേര്, വസ്തുക്കളുടെ പ്രയോജനം, വസ്തുക്കളുടെ നാമം, ഇതൊക്കെയാണ്. എല്ലാ വസ്തുക്കളുടെയും നാമങ്ങളും പേരുകളും ഒക്കെ. ഇതെല്ലാം മലക്കുകളോട് കാണിച്ചിട്ട് മലക്കുകളോട് ഇതൊക്കെ ഒന്ന് നിങ്ങൾ പറയൂ എന്ന് പറയുമ്പോ മലക്കുകൾക്ക് അറിഞ്ഞൂടാ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. നീ പഠിപ്പിച്ചു എന്നല്ലേ ഞങ്ങൾക്കറിയൂ, ഇതുവരെ ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ലെന്ന് മലക്കുകൾ പറഞ്ഞു അള്ളാഹുവിനെ പരിശുദ്ധമാക്കി അംഗീകരിച്ചു വാഴ്ത്തിക്കൊണ്ട് സുബ്ഹാനക എന്നും പറഞ്ഞ് അല്ലാഹു തആലാനെ വാഴ്ത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മലക്കുകൾ പശ്ചാത്താപരൂപേണ സംസാരിച്ചപ്പോൾ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് ഇതൊക്കെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത്, ആദം നബി അലൈഹിസ്സലാം ഇതെല്ലാം അറിയിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഞാൻ സുജൂദ് ചെയ്യിപ്പിച്ചതിന്റെ രഹസ്യം. മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ച ശേഷമാണ് അല്ലാഹു തആല ഇൽമു പഠിപ്പിക്കുന്നത്. ഞാൻ സുജൂദ് ചെയ്യിപ്പിച്ചതിന്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം. എന്റെ അറിവിനനുസരിച്ചാണ് ആദമിനെയും ആദമിന്റെ മക്കളെയും ഞാൻ സൃഷ്ടിക്കുന്നതെന്ന് രാജാധിരാജനായ അല്ലാഹു തആല അന്ന് മലക്കുകളോട് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്, ജിന്നും ഇൻസും എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണാവുന്ന വിധം, കണ്ടാൽ സന്തോഷം വരാവുന്ന വിധം ഈ ഭൂമുഖത്ത് കാണപ്പെടുന്ന ജീവിയാണ്. കാണപ്പെടാത്ത ഒരു സഹോദര ജീവിയുണ്ട്. ഇതിന്റെ ഇരട്ടി വരുന്ന വർഗമുള്ള ഒരു കൂട്ടം ജിന്നുകൾ നമ്മളില്ലാത്ത കാലത്ത് ഈ ഭൂമിയിൽ സ്വന്തം വസിച്ചിരുന്ന ജീവികൾ അവരായിരുന്നു, ബുദ്ധിയുള്ളവർ അവരായിരുന്നു. അവർക്ക് ശേഷമാണ് നമ്മളെ അല്ലാഹു തആല ഭൂമിയിലേക്ക് എത്തിക്കുന്നത്, മനുഷ്യനെ അല്ലാഹു തആല ഭൂമിയിൽ എത്തിക്കുന്നത്. മനുഷ്യൻ പാർക്കുമ്പോൾ മനുഷ്യൻ രണ്ടാദിച്ച് പരിപാലിച്ചു വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ജിന്നുകൾ മാറി നിൽക്കുകയാണ്. നമ്മുടെ പെരുമാറ്റമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജിന്നുകളുടെ ആവാസം മാറ്റപ്പെടുകയാണ്. അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് നീങ്ങുകയാണ്. പലപ്പോഴും പല ആളുകളും ജിന്നിനെ നിഷേധിക്കുന്നവർ കളിയാക്കിയിട്ടും നിഷേധസ്വരത്തിലും പറയും, പണ്ടൊക്കെ പള്ളിയിലൊക്കെ ജിന്നായിരുന്നു,
അതുപോലെ നാടിലൊക്കെ ജിന്നായിരുന്നു, കാടുകളിലൊക്കെ ജിന്നായിരുന്നു. എത്രയോ ആളുകൾ ജിന്നിനെ കണ്ടിട്ടുണ്ട്. മനുഷ്യന്മാർ ഒന്ന് താമസിച്ച ശേഷം വൈദ്യുതി തന്നെ ഈ സംഗതി കണ്ടെത്തിയിട്ട് കറണ്ട് കണ്ടെത്തിയതിന്റെ ശേഷം കറണ്ടിന്റെ വെളിച്ചം വന്നപ്പോ പിന്നെ ജിന്ന് എവിടെയില്ല. ഇപ്പൊ എവിടെ പോയി ജിന്ന്? ഇപ്പൊ കറണ്ടില്ലാത്ത കാലത്ത് വെറുതെ ഉണ്ടാക്കപ്പെട്ടിരുന്ന സങ്കല്പപ്രകാരം അനുഭവപ്പെട്ടിരുന്ന ചില സാന്നിധ്യങ്ങൾക്കാണ് മനുഷ്യന്മാർ ജിന്നുകൾ എന്ന് പറഞ്ഞത് എന്ന് തനി ഭൗതികവാദികൾ പറയുന്ന ആ വാദത്തെ പിന്തുണക്കാൻ മനുഷ്യർ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് കറണ്ട് വന്നപ്പോ ജിന്നൊക്കെ പോയി എന്ന് പറയുന്നത്. കറണ്ട് മാത്രമല്ല, നമ്മൾ വന്നപ്പോ തന്നെ ജിന്ന് മാറുകയാണ്. നമ്മൾ ആവാസ കേന്ദ്രമാക്കുന്ന സ്ഥലത്ത് നിന്ന് ജിന്നിന്റെ ആവാസം മാറ്റപ്പെടുകയാണ് എന്ന് വെച്ചാൽ ജിന്നിന്റെ സാന്നിധ്യം മാറ്റപ്പെടുന്നില്ല, പെരുമാറ്റം മാറ്റപ്പെടുന്നില്ല, വരവ് മാറ്റപ്പെടുന്നില്ല. നിത്യമായി അവർ സഞ്ചരിക്കുകയും നിത്യമായി അവർ നടക്കുകയും ചെയ്തിരുന്ന പ്രദേശത്ത് നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ട് വീട് വെച്ചാൽ അവിടെ ജിന്ന് ശല്യപ്പെടുത്തും. ജിന്നിന്റെ ശല്യമുള്ള വീട് കണ്ടിട്ടില്ലെങ്കിൽ അത് കേട്ട് വിശ്വാസം ഉണ്ടാക്കണ്ടേ? വീട്ടിൽ എന്ത് ശല്യം ഉണ്ടായാലും ഇതൊക്കെ ജിന്നാന്ന് കരുതണ്ട, അത് ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം പറയാനേ ഉള്ളൂ. നമ്മൾ സ്ഥിരമായി നടക്കുന്ന ഒരു സ്ഥലം, സ്ഥിരമായി കിടക്കുന്ന ഒരു സ്ഥലം, അത് പണ്ട് ജിന്ന് സ്ഥിരമായി കിടന്നിരുന്ന സ്ഥലമാണ്, സ്ഥിരമായി നിന്നിരുന്ന സ്ഥലമാണ്, പോയിരുന്ന സ്ഥലമാണെങ്കിൽ തടസ്സം സൃഷ്ടിച്ചാൽ ചിലപ്പോൾ നമ്മളൊന്ന് തട്ടാനും വിഷമിപ്പിക്കാനൊക്കെ നോക്കും. ഇത് ജിന്നുകൾ ശല്യം ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ വിലയിരുത്തുമ്പോൾ തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ജിന്നുകൾ വരുന്നത് ശല്യം ചെയ്തിട്ട് നമ്മുടെ ആവാസപ്രകാരം അവർ മാറ്റപ്പെട്ടപ്പോൾ വന്ന നീരസം കൊണ്ടും വെറുപ്പ് കൊണ്ടും വിദ്വേഷം കൊണ്ടുമാണ്. പക്ഷേ നമ്മൾ അധിവസിക്കുന്ന സ്ഥലത്ത് അവർക്ക് വസിക്കാൻ കഴിയില്ല. നമ്മൾ തന്നെ വലിയ ജീവി, അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ ജീവി നമ്മളെയാണ് ജിന്നുകളിലേക്കടക്കം അല്ലാഹു തആല റസൂലായും മുർസലായും അയച്ചിട്ടുള്ളൂ. മനുഷ്യന്മാരായ ദൂതന്മാർ ജിന്നുകളിലേക്ക് ചെന്നതല്ലാതെ ജിന്നുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബിയോ റസൂലോ മനുഷ്യരിലേക്ക് വന്നത് ലോകത്തില്ല. ജീവജാലങ്ങളിൽപ്പെട്ട എല്ലാ ജീവജാലങ്ങളെയും മൊത്തമായി നിയന്ത്രിക്കുന്നവരും മൊത്തമായി ഭരിക്കുന്നവരും മൊത്തമായി കൈവശപ്പെടുത്തുന്നവരും മനുഷ്യരാണെന്നല്ലാതെ, ആകാശഗംഗ കീഴടക്കിയവർ മനുഷ്യരെന്നല്ലാതെ, ഭൂമിയേതര ഗോളങ്ങൾ കീഴടക്കിയവർ മനുഷ്യരെന്നല്ലാതെ, മനുഷ്യന്റെ രഹസ്യങ്ങൾ കണ്ടെത്തിയവർ മനുഷ്യരെന്നല്ലാതെ, കാണപ്പെടുന്നതിന്റെയും കാണപ്പെടാത്തതിന്റെയും രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയവർ നമ്മൾ മനുഷ്യരെന്നല്ലാതെ, ജിന്നുകൾ എന്ന് പറയുന്ന വിഭാഗം നമ്മളെ അടക്കി ഭരിച്ചതായിട്ടില്ല, ശല്യം ചെയ്തിട്ടുണ്ട്. ശല്യം ചെയ്യാറിനാൽ ഈ കാട്ടുജീവികളും ശല്യം ചെയ്യുമല്ലോ. കാട്ടുജീവികൾ നമ്മൾ കാട്ടിൽ വന്ന് കിടന്നൊക്കെയാണ് കരടി, പോത്ത്, മറ്റേ മറിച്ചതെന്നൊക്കെ നമ്മൾ കണ്ട് ആക്രമിക്കാൻ വരും. അത് അവരെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് അവരുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കടന്നാക്രമണമാണ്. ആ കടന്നാക്രമണം നമ്മൾ ആക്രമിക്കുക എന്ന് മനസ്സിലാക്കരുത്. ഒരു ജീവിയും നമ്മെ ശല്യപ്പെടുത്തൂല, ശല്യം ഉണ്ടാവുള്ളൂ, നമ്മളെ കീഴ്പ്പെടുത്തൂല. അതേസമയം നമ്മളോ ആനയെ കീഴ്പ്പെടുത്തും, സിംഹത്തെ കീഴ്പ്പെടുത്തും, പുലിയെ കീഴ്പ്പെടുത്തും, കാട്ടുജീവികളായ ഹിംസജന്തുക്കളെയും അല്ലാത്ത ജന്തുക്കളെയും കീഴ്പ്പെടുത്തും, സാധാരണ ജീവികളെ നമ്മുടെ നിയന്ത്രണത്തിൽ വരുത്തും, എല്ലാ ലോകങ്ങളെയും നമ്മൾ അതിജയിക്കും, എല്ലാം നമ്മൾ കയ്യിലൊതുക്കും. ഇപ്പൊ എന്താ ഏറ്റവും അടുത്ത് കണ്ടത്, ഇന്നത്തെ പത്രത്തിൽ കണ്ടത്, ഈ നിരബാധിക്കുന്ന മുടികളെയൊക്കെ നിരപ്പിക്കുന്ന ഘടകത്തെയും കണത്തെയും കണ്ടെത്തിയിട്ടുണ്ട്. നിരബാധിപ്പിക്കുന്നത് ഏത് ജീനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിരപ്പിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ഇനി മേലാല് നിരക്കാനും സാധ്യമില്ലാത്ത വിധത്തിൽ നിരയെയും അതിജയിക്കാൻ വേണ്ടി പോകുന്നു നമ്മൾ. പോയിക്കോട്ടെ, നിര വയസ്സായിരിക്കുന്നു എന്നറിയിക്കാൻ അല്ലാഹു തആല ശരീരത്തിൽ കൊണ്ടുവരുന്ന പല ചുളിവുകളുടെ കൂട്ടത്തിൽ നമ്മുടെ മുടികൾക്കുണ്ടാകുന്ന കറുപ്പ് നിറം നൽകുന്നതായ പ്രത്യേകമായ ചേരുവകൾ, അതിന് ദുർബലത വരുമ്പോ, അതിന് ബലക്കമ്പി വരുമ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുടികളൊക്കെ നിരച്ചു പോകുന്നതെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. പക്ഷെ നിരപ്പിക്കുന്നതും കറുപ്പിക്കുന്നതുമായ കണങ്ങൾ ഒന്നു തന്നെ. കറുപ്പ് നിറം തരുന്നത് എന്താണോ അതുതന്നെയാണ് നരയും തരുന്നത്. അതുകൊണ്ട് നിരപ്പിക്കുന്നതിന് കീഴടക്കിയിട്ട് അത് ഇല്ലാതാക്കാനുള്ള പരിശ്രമം നടക്കുകയാണ് എന്ന് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു കൂട്ടം നരശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ഇന്ന് പുതുതായി നമ്മൾ വാർത്ത ഞാനൊരു പത്രത്തിൽ വായിച്ചാണ് വാർത്ത. ഇതാണ് മനുഷ്യൻ, എല്ലാം കീഴടക്കും. എന്തിനാണ് ഈ മനുഷ്യനെ പടച്ചത്? മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു തആല പടച്ചത് നമ്മളെക്കാൾ അധികമുള്ള ജിന്നിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും, ജിന്ന് നമുക്ക് വഴങ്ങും, ജിന്ന് കേറിയ ശരീരത്തിൽ നമുക്ക് പുറത്താക്കാൻ പറ്റും, ജിന്നിന്റെ ശല്യങ്ങളെ ഒതുക്കാൻ നമുക്ക് പറ്റും. ഇതിനൊക്കെ വളരുന്നവരാണ് മനുഷ്യർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പിയാക്കന്മാരുടെ പിന്തലമുറക്കാരാണ് മനുഷ്യർ, മുർസലീങ്ങളുടെ പിന്തലമുറക്കാരാണ് മനുഷ്യർ. ജിന്നുകളിൽ നിന്നൊരു
മുർസലിനെ അല്ലാഹു തആല മനുഷ്യരിലേക്ക് അയച്ചത് അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല, മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമിക പാഠങ്ങളൊന്നും നമുക്കത് നൽകുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യർ എന്ന് പറയുന്ന ഈ വർഗത്തെ അല്ലാഹു തആല പടച്ചത്, ഉദാത്ത ജീവിയെ പടച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ അറിഞ്ഞ് വണങ്ങുന്നതിന് വേണ്ടിയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ആയത്തിന് യഅ്ബുദൂൻ എന്ന വാക്കിന് തഫ്സീർ പറഞ്ഞത് ഇല്ലാ ലിയഅരിഫൂൻ, എന്നെ അറിയാൻ, അല്ലാഹനെ അറിയാൻ. അറിയാതെ എന്താ വണങ്ങാൻ? അറിയാതെ വണങ്ങാൻ കഴിയില്ലോ, അറിഞ്ഞാലേ വണങ്ങലാവൂ. അല്ലാഹുവിനെ അറിഞ്ഞു വണങ്ങുന്നതിന് വേണ്ടി, ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ ഇബാദത്തിന് അറിവ് വേണം. ഈ അറിവിന് വേണ്ടിയാണ് അല്ലാഹു തആല മനുഷ്യരെ പടച്ചത്. അതിനാണ് അറിവ് ആദം നബി അലൈഹിസ്സലാമിലേക്ക് നൽകിയത്. ഇങ്ങനെയുള്ള അറിവ് നമുക്ക് നൽകപ്പെട്ടവരാക്കി അല്ലാഹു തആല മാറ്റുന്നത് എന്തിനാണ്? നമ്മൾ അറിഞ്ഞു വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അറിയാൻ, പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ. ഇത് രണ്ടുമാണ്. അറിഞ്ഞു വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുക, അറിഞ്ഞു പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഇതിനാണ് നമ്മൾ പറയാ ഈമാനും അമലും, ഈമാനും അമലും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. എല്ലായിടത്തും അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വിശ്വസിക്കേണ്ടയും ഉറപ്പിക്കേണ്ടയും കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നവരും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. പക്ഷെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അസ്വാലിഹാത്ത്, നല്ല കർമ്മങ്ങളായി അല്ലാഹു തആലാന്റെ റസൂൽ മുഖേന അല്ലാഹു പഠിപ്പിച്ചത് ഏതൊക്കെയുണ്ടോ, കാണിപ്പിച്ചത് ഏതൊക്കെയുണ്ടോ അതൊക്കെയും പ്രവർത്തിക്കുന്നവരുമായി മാറിയാൽ അവർക്ക് മനുഷ്യന് ബാധിക്കുന്ന നഷ്ടമില്ല, മനുഷ്യന് പറ്റുന്ന ഖേദമില്ല, മനുഷ്യന് പറ്റുന്ന ഛേദമില്ല. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉയർന്നവരാണവർ എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ എന്തെല്ലാം ആഖിറത്തിൽ ഓഫർ ചെയ്തിട്ടുണ്ടോ, ദുനിയാവിൽ എന്തെല്ലാം പദവികൾ ഓഫർ ചെയ്തിട്ടുണ്ടോ, ആ പദവികൾക്കൊക്കെ നിദാനമായി അല്ലാഹു തആലാന്റെ അടിയങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന ആ കാര്യം അല്ലാഹു രണ്ട് വാക്കിൽ ഒതുക്കിയിരിക്കുന്നു: ഈമാൻ, അമലുൻ സ്വാലിഹ്. ഈ ഈമാനും അമലും സ്വാലിഹും ഉള്ളത് കൊണ്ട് എന്താണ് നമ്മുടെ ലക്ഷ്യം? അള്ളാന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന അടിയങ്ങളായി മാറണം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത അടിയങ്ങളാകരുത്. അള്ള പടച്ചതെല്ലാവരും അള്ളാഹുവിന്റെ അടിയങ്ങളാണ്. ഈ അടിയങ്ങൾ അള്ളാഹു ഇഷ്ടമുള്ള എന്റെ അടിയങ്ങളിൽ നിന്ന് അള്ളാഹു തആല പറഞ്ഞവരായി നമ്മൾ മാറണം. അതല്ലാഹ്ക്ക് പൊരുത്തമുള്ളവരാണ്. അള്ളാഹു തആലാന്റെ അടിയങ്ങളായിട്ടും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരോ, പ്രവൃത്തി കൊണ്ട് ധിക്കരിക്കുന്നവരോ, വിശ്വാസത്തിൽ അള്ളാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസിക്കാത്തവരോ ആകരുത്. ഇതല്ലയോ നമ്മുടെ ലക്ഷ്യം? ഇതെല്ലാവർക്കും അറിയുന്നതാ, ഞാനൊരു പുതിയ കാര്യം പറയുന്നതല്ല. ഈ ഈമാനും അമലും സ്വാലിഹ് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണ്? പടച്ചവന്റെ പ്രീതിയും പൊരുത്തവും, പടച്ചവന്റെ മഹബത്തും സ്നേഹവും. ഇത് പ്രതീക്ഷിക്കുന്നവരാണ് നാം. ഇത് ഈമാനും അമലും സ്വാലിഹും ഉള്ളവർക്ക് മാത്രമേ കിട്ടൂ. അറിവുകൊണ്ട് മാത്രം കാര്യമില്ല. അറിവുള്ളവർ എത്രയോ പിഴച്ചിട്ടുണ്ട്. ഏറ്റവും മനുഷ്യനെ പിഴപ്പിക്കുന്ന ഇബ്ലീസ് എന്നറിയുന്ന ആൾക്ക് പേപ്പിക്കേണ്ടവരെ മുഴുവൻ പേപ്പിക്കാനുള്ള അറിവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ലൗ കാന ലിൽഇൽമി മിൻ ദൂനി തുഖാ ശറഫു ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു എന്ന് പണ്ടേ ചൊല്ലി വരുന്നൊരു കവിതയാണ്. ലൗ കാന ലിൽഇൽമി മിൻ ദൂനി തുഖാ, തഖ്വയില്ലാതെ ഇൽമിനിക്ക് വല്ല ശറഫും ബഹുമതിയും സ്ഥാനവും ഉണ്ടായിരുന്നെങ്കിൽ ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു, അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും മേന്മയുള്ളവരും ഏറ്റവും സ്ഥാനമുള്ളവരും ആരാകേണ്ടിയിരുന്നു? ഇബ്ലീസ് ആകേണ്ടിയിരുന്നു. ഇൽമിന് ശറഫുണ്ടെങ്കിൽ. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇതിനർത്ഥം? ഇന്നഹു അഅലമു ഖൽഖില്ലാഹ് തന്നെ. അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും അറിവുള്ളവൻ ഇബ്ലീസ് ആകുന്നു. അള്ളാന്റെ പടപ്പുകളിൽ ഏറ്റവും അറിവുള്ളവൻ ഇബ്ലീസാണ്. അപ്പോഴല്ലേ ഏറ്റവും ശറഫുള്ളവൻ ഇബ്ലീസ് ആവുക. ഇൽമിന് ശറഫുണ്ടെങ്കിൽ, തഖ്വയില്ലാതെ ഇൽമിന് ശറഫുണ്ടെങ്കിൽ ഏറ്റവും വലിയ ശറഫുള്ളയാൾ ഇബ്ലീസ് ആകേണ്ടിയിരുന്നു. ലിഅന്നഹു അഅലമു ഖൽഖില്ലാഹ്, അള്ളാന്റെ ഖൽഖിൽ ഏറ്റവും അറിവുള്ളവൻ അവനാണ്. പക്ഷെ അവനാണല്ലോ ഏറ്റവും അഭിശപ്തൻ. നമ്മളൊക്കെയും ലഅനത്ത് ചൊല്ലുകയും ലഅനത്ത് കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ അവനല്ലേ. ലോകത്ത് എത്രയെത്ര നല്ല നല്ല നാക്കുകളിൽ നിന്ന് അവന്റെ പേരിൽ
ലഅനത്ത് വന്നു. അള്ളാന്റെ ഖുർആനിൽ തന്നെ അവന്റെ പേരിലുള്ള ലഅനത്തിന്റെ വാചകങ്ങൾ എത്ര നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നു. ഈ ലഅനത്തുകൾക്ക് മുഴുവൻ ഇരയായിട്ടുള്ള ഇബ്ലീസ് വലിയ ഇൽമുള്ള ആളാണ്. പക്ഷെ ഇൽമു കൊണ്ടും ഷറഫില്ല. പിന്നെന്ത് വേണം? അറിയാൻ പറഞ്ഞത് അറിയണം, വിശ്വസിക്കാൻ പറഞ്ഞത് വിശ്വസിക്കണം, കർമ്മം ചെയ്യാൻ പറഞ്ഞത് കർമ്മം ചെയ്യണം. ഇതുണ്ടെങ്കിലേ രക്ഷയുള്ളൂ. ഇതുള്ളവർക്ക് എന്താ അല്ലാഹു തആല പറഞ്ഞ വാചകം? സൂറ മറിയമിലെ 96-ാം വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. അതിലൂടെ മാത്രം നമ്മൾ പോകരുത് ലേശം. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഈമാനുള്ളവരായ ആളുകളും സൽക്കർമ്മങ്ങളൊക്കെയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസികൾ, ഭക്തന്മാരായ വിശ്വാസികൾ, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് പഠിച്ചറിയേണ്ടത് അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചവർ, നബിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കേണ്ട സൽക്കർമ്മങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. റഹ്മാനായ അല്ലാഹു തആല അവർക്ക് വുദ്ദാ, സ്നേഹമാക്കി കൊടുക്കും. സ്നേഹം കിട്ടണമോ? ആളുകളുടെ സ്നേഹം കിട്ടണമോ? പടപ്പുകളുടെ സ്നേഹം കിട്ടണമോ? ആകാശത്തിന്റെ സ്നേഹം കിട്ടണമോ? ഭൂമിയുടെ സ്നേഹം കിട്ടണമോ? ഇവിടുത്തെ ചരാചരങ്ങളുടെ സ്നേഹം കിട്ടണമോ? അനങ്ങുന്ന വസ്തുക്കളുടെ സ്നേഹം കിട്ടണമോ? ചലിക്കാത്ത വസ്തുക്കളുടെ സ്നേഹം കിട്ടണമോ? ഏതിന്റെയും സ്നേഹം കിട്ടണമെങ്കിൽ ആ സ്നേഹം അല്ലാഹു തആല ആക്കുന്നത് ആർക്കാണ്? ഈമാനും അമലും സ്വാലിഹുമുള്ള അവന്റെ ഇട്ടാടിയന്മാർ. ഇത് അല്ലാഹു തആല പ്രത്യേകം പറയുന്നതാ. അല്ലാഹു അവർക്ക് വുദ് നൽകും. എന്താണ് ഈ വുദ്? വുദ് ഭൂമിയിൽ നിന്ന് മേലോട്ട് പോകുന്നതല്ല, ഭൂനിവാസികളിൽ നിന്ന് മേലോട്ട് ഉയരുന്നതല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നല്ല, ചരാചരങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുവെന്നല്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ആളെ മുകളിൽ ഇഷ്ടപ്പെട്ടാൽ, മുകളിൽ സ്നേഹിച്ചാലാണ് ചരാചരങ്ങൾ ഇഷ്ടപ്പെടുക. അപ്പോഴാണ് മനുഷ്യന്മാർ ഇഷ്ടപ്പെടുക, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളായി തീരുക. നമ്മൾ മറിച്ചാ മനസ്സിലാക്കുന്നത്. ജനം പുകഴ്ത്തുന്നവരൊക്കെ ജനം ഇഷ്ടപ്പെടുന്നവരല്ല, ജനം വാഴ്ത്തുന്നവരൊക്കെ ജനം ഇഷ്ടപ്പെടുന്നവരല്ല, ജനം കാൽക്കൽ വീഴുന്നവരൊക്കെയും ജനം ഇഷ്ടപ്പെടുന്നവരല്ല, ജനം നമസ്കരിക്കുന്നവരൊക്കെയും ജനം ഇഷ്ടപ്പെടുന്നവരല്ല. ജനം മനസ്സിന്റെ ഗതി ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട്. മരിച്ചിട്ടും മരിക്കാത്ത അമരന്മാർ, മരിച്ചിട്ടും അവരെ നമ്മൾ വാഴ്ത്തുന്നു. അവർ കേൾക്കാൻ വേണ്ടി വാഴ്ത്തുന്നതല്ലാതെ അവർ ഓർമ്മയായി കഴിഞ്ഞിട്ടും നമ്മൾ അവരുടെ ഓർമ്മകൾ അനുസ്മരിച്ചുകൊണ്ട് നിലനിർത്തുന്നു. അവർ കേൾക്കാനോ അവരുടെ പൊരുത്തത്തിനോ ചെയ്യുന്നതല്ല അത് പ്രത്യക്ഷത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ്? മനസ്സിന്റെ അകത്ത് അവരോടുള്ള സ്നേഹം. നിങ്ങൾ ഇവിടെ കേട്ട പ്രസംഗങ്ങളിലൊക്കെ കേട്ടില്ലേ, ഓരോരുത്തർ പറയുമ്പോ അവരോടുള്ള സ്നേഹം, സ്നേഹത്തോടുകൂടെ ആദരത്തോടുകൂടെ ഓർത്തു എന്ന്. ഇങ്ങനെ നമ്മൾ മരിച്ചിട്ടും മരിക്കാത്തവരായി ഒരുപാട് ആളുകളെ ഓർക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ഓർക്കാനുള്ള സ്നേഹം വന്നത്? എങ്ങനെയാണ് ഈ ഓർക്കാനുള്ള ആദരം നമ്മുടെ മനസ്സിൽ വന്നത്? നമ്മുടെ മുൻഗാമികൾക്ക് വന്നത്, നമ്മുടെ ഉസ്താദുമാർക്ക് വന്നത്, ആ ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ട് നമുക്ക് വന്നത്, ഇനി നമ്മിൽ നിന്ന് കേട്ടിട്ട് നമ്മുടെ പിൻതലമുറക്ക് വരുന്നത്. ഇതൊക്കെ വരുന്നത് മുകളിൽ നിന്ന് വരുമ്പോഴേ യാഥാർത്ഥ്യമാകൂ. മുകളിൽ സ്നേഹിക്കപ്പെടുന്നവനെ ഭൂമിയിൽ സ്നേഹിക്കപ്പെടൂ, മുകളിൽ വാഴ്ത്തപ്പെടുന്നവരെ ഭൂമിയിൽ വാഴ്ത്തപ്പെടൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്നു. ഇന്നൽ മിഖത മിനല്ലാഹ്. ആരംഭ നബി തങ്ങൾ പറയുന്നു, ഇന്നൽ മിഖത മിനല്ലാഹ്. സ്നേഹം എന്ന് പറയുന്നത് അല്ലാഹുവിൽ നിന്നാണ്. ഈ ഹദീസിന്റെ റിപ്പോർട്ടർ ശരീഖ് എന്ന് പറയുന്ന മഹാനർ പറയുന്നു, ഈ മിഖത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം അൽ മഹബ്ബ, സ്നേഹമെന്നാണ്. സാധാരണ ഉപയോഗിക്കപ്പെടുന്ന പദമല്ലാതെ, അറബികൾ സാധാരണമായി സർവ്വഥാ അറിയുന്ന പദമല്ലാതെ, നുബുവ്വത്തിന്റെ കലിമത്തായ പദമാണ്. ആ പദം വെച്ചുകൊണ്ട് വിലയിരുത്തിയാളോ അറബ് സാഹിത്യത്തിൽ പ്രചാരപ്പെട്ട ശബ്ദം തന്നെയാ ഇന്നൽ മിഖത മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്നാണ് സ്നേഹം. വസ്സുംത ഫിസ്സമാ. കേളിയും പുകഴ്ത്തലും ആകാശത്തിലാണ്. പുകഴ്ത്തലും കേളിയും കേൾക്കുന്ന ലോകം ആകാശമാണ്. ആകാശത്തിൽ കേളിയുള്ളവർക്ക് ഭൂമിയിൽ കേളിയുള്ളൂ. ആകാശത്തിൽ പുകഴ്ത്തപ്പെടുന്നവരെ ഭൂമിയിൽ പുകഴ്ത്തപ്പെടുന്നുള്ളൂ. ആകാശത്ത് സ്നേഹിക്കപ്പെടുന്നവരെ ഭൂമിയിൽ സ്നേഹിക്കപ്പെടുന്നുള്ളൂ. കേളിയും കീർത്തിയും ഒക്കെയും അവരുടേത് ആകാശത്തിൽ വരണം. അപ്പോഴേ ഭൂമിയിൽ കേളിയും കീർത്തിയും, സത്കീർത്തി എന്നാ ഉദ്ദേശിക്കുന്നത്. പലതിനും കീർത്തി ഉണ്ടാവുമല്ലോ. കുപ്രസിദ്ധിയും പ്രസിദ്ധിയും ഉണ്ടല്ലോ. നമ്മൾ സാധാരണ പ്രസിദ്ധിയാണ് അല്ലെങ്കിൽ സുപ്രസിദ്ധ എന്നൊക്കെ പറയണ അതാണ് ആഗ്രഹിക്കുന്നത്.
അത് ആഗ്രഹിക്കുന്നത് എന്തിനാ? പടച്ചോന്റെ സ്നേഹത്തിന് മാത്രം. ഈ സ്നേഹം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. അള്ളാഹു ഒരടിയാനെ ഇഷ്ടം വെച്ചാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനാ, ഇന്നയാളെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിക്കും ജിബ്രീലിന്, ഇന്നയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇത് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ വിസ്തരിച്ച് വിവരിക്കുന്നുണ്ട്. ഇതും ഇമാം അഹ്മദ് എന്നവർ തന്റെ മുസ്നദിൽ നിവേദനം ചെയ്യുന്നു. സൗബാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗല, നിബിതങ്ങളെ കാണാതെ ഉറക്കം വരാത്ത മൗല, അല്ലാഹുവിന്റെ ഹബീബിനെ കാണുകയില്ലയോ പരലോകത്ത് എന്നോർത്തുകൊണ്ട് മെലിഞ്ഞ് 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 അല്ലാഹുവിന്റെ ഹബീബിന്റെ മുൻപിൽ നിന്ന് പോയിട്ടും റസൂലിനെ ഓർത്തുകൊണ്ടേയിരുന്ന മൗല സൗബാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് മെലിഞ്ഞ് മെലിഞ്ഞ് അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടു പോകുന്നത് കണ്ടപ്പോ നബി കാരണം അന്വേഷിക്കുമ്പോ അവർ പറയുന്നത്, നബിയെ, ഇവിടെ നിന്ന് തങ്ങളെ കാണാതെ ഉറക്കം വരാത്ത ഞാൻ, ഇവിടെ തങ്ങളെ കാണാതെ സഹിക്കാൻ കഴിയാത്ത ഞാൻ പരലോകത്ത് സ്വർഗത്തിലെത്തി എന്നാൽ തന്നെ അള്ളാഹുവിന്റെ ഹബീബായ അങ്ങേ കാണാൻ കഴിയില്ലല്ലോ. അങ്ങുന്നത ദർജകളിലല്ലേ, അങ്ങുയർന്ന പദവികളിലല്ലേ, ആ പദവികളിലേക്ക് ഞങ്ങൾക്ക് കയറാൻ കഴിയില്ലല്ലോ, നോക്കെത്തുകയില്ലല്ലോ അവിടേക്ക്. തങ്ങളെ കാണാതെ എന്തിനാ സ്വർഗം? തങ്ങളെ കാണാത്ത സ്വർഗത്തിൽ എന്താ സുഖം എന്ന് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അള്ളാന്റെ ഹബീബിന് മറുപടി കൃത്യമായി കൊടുക്കാൻ കിട്ടാതിരിക്കുകയാണ്. അള്ളാന്റെ കാര്യല്ലേ, പരലോകത്തെ കാര്യല്ലേ, അള്ളാന്റെ റസൂൽ ഉന്നതങ്ങളിലാ, ഉന്നതങ്ങളിലെത്തുമ്പോ സൗബാൻ അവിടെ എത്താൻ കഴിയില്ലല്ലോ, ഉറപ്പല്ലേ നബിന്റെ ദർജയിൽ. പിന്നെ എങ്ങനെ കാണുന്നു ചോദിക്കുമ്പോ കൃത്യമായ മറുപടി പരലോകമായതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് വഹയി കാത്തു നിൽക്കുന്നു. അപ്പ ഇറങ്ങിയ ആയത്ത്, വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. നമുക്കെന്തൊരു സുഖം! സൂബാനെന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലയുടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലാഹു ആയത്തിറക്കിയപ്പോ റസൂലുള്ളാഹിനെ കാണാൻ അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെട്ടവർക്കും അല്ലാഹുക്ക് വഴിപ്പെട്ടവർക്കും സ്വർഗത്തിൽ വെച്ച് കഴിയും. കൂടേണ്ടവരോട് കൂടാൻ കഴിയും, കാണാണ്ടവരെ കാണാൻ കഴിയും, ഇഷ്ടപ്പെട്ടവരെ കാണാൻ കഴിയും, കൈപിടിക്കേണ്ടവരെ കൈപിടിക്കാൻ കഴിയും, സന്ദർശിക്കേണ്ടവരെ സന്ദർശിക്കാൻ കഴിയും എന്ന് ആയത്തിറങ്ങേണ്ട ഭാഗത്ത് അല്ലാഹു തആല വിവരിക്കുന്നത് എന്താ? ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹുവിന്റെ ദീനിയായ നിഅമത്ത് കിട്ടിയവരോട് കൂടെ. വിശുദ്ധ ഖുർആനിലാകെ അള്ളാന്റെ ദീനിയായ നിഅമത്ത് കിട്ടിയവരാരാണ് എന്ന് പറയാൻ ഇക്കണ്ട് കാലം മുഴുവൻ വഅളന്മാരുപയോഗിച്ചത് ഈ ആയത്താണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ ഓതുന്നുണ്ടല്ലോ. പടച്ചോനെ, നീ നിഅമത്ത് ചെയ്തവരുടെ സിറാത്തിലൂടെ ഞങ്ങളെ ചരിപ്പിക്കുക. ആരാ നീ നിഅമത്ത് ചെയ്തവർ? നീ നിഅമത്ത് ചെയ്തവരെന്ന് പറയാൻ മറ്റൊരായത്തിലേക്കാണ് നമ്മൾ പോകാറ്. ആ ആയത്താണിത്. ഈ ആയത്തിറങ്ങുന്നത് എപ്പോഴാ? അള്ളാന്റെ റസൂലിനെ കാണാൻ കഴിയില്ലല്ലോ സ്വർഗത്തിലെത്തിയാൽ. സ്വർഗം കിട്ടിയാലും പോരല്ലോ, തങ്ങളെ കാണാനുള്ള കൊതി എങ്ങനെ വീടുമെന്ന് ചോദിക്കുന്ന സൗബാന് മറുപടിയായിട്ട് അല്ലാഹു തആല പറ്റും, കഴിയും എന്ന് സുവിശേഷം അറിയിക്കുന്ന സമയത്ത് അല്ലാഹു അറിയിക്കുകയാണ്, നബിയെ മാത്രമല്ല നബിമാരായിട്ടുള്ളവരെ മുഴുവൻ കാണാൻ കഴിയും. ഔലിയാക്കളായിട്ടുള്ളവരിൽ ശുഹദാ എന്ന കർമ്മം കൊണ്ട് വിജയിച്ചിട്ടുള്ള വമ്പന്മാരെ മുഴുവൻ കാണാൻ കഴിയും. വശുഹദാ വസ്സിദ്ദീഖീൻ, അറിവ് കൊണ്ട് മുന്തി നിൽക്കുന്നവരെയും കാണാൻ കഴിയും. വസ്സിദ്ദീഖീൻ വശുഹദാ വസ്സാലിഹീൻ, മറ്റ് നല്ലവരെ മുഴുവൻ കാണാൻ കഴിയും. നോക്കിങ്ങള്, ഖുർആനിൽ ആകെ തന്നെ ദർജുള്ളൂ: നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാ, സ്വാലിഹുകൾ. നമ്മളിഞ്ഞ ഒരുപാട് ഔലിയാക്കന്മാരെ പലതും പറയാറുണ്ട്. അഖ്താബ്, അഗ്വാഹ്, അബ്ദാൽ, നുജബാ, നുഖബാ, ഔതാദ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ സൂഫിയന്മാർ, മഹത്തുക്കൾ ഹദീസുകളിൽ നിന്നും പല വചനങ്ങളിൽ നിന്നും കശ്ഫിന്റെ അടിസ്ഥാനത്തിലുമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയതാണ്. ഖണ്ഡിതമായ രീതിയിൽ നമുക്ക് വിവരിക്കാൻ പറ്റുന്ന വിധം അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നവർ നബിമാർ, ശുഹദാ, സിദ്ദീഖുകൾ, ശുഹദാ, സ്വാലിഹുകൾ. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാ, സ്വാലിഹുകൾ. ഒന്ന് നബിമാർ,
അല്ലാഹു തആല വിശുദ്ധന്മാരായി മാത്രം സൃഷ്ടിക്കുകയും വിശുദ്ധിയോടുകൂടെ മാത്രം ജീവിക്കുന്ന വിധം അല്ലാഹു സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ളവർ പാപത്തിലേക്ക് അവർ പോകില്ല, പാപത്തിലേക്ക് അവർ ചിന്തിക്കില്ല. പാപത്തിന് വേണ്ടുന്ന വികാരങ്ങളെല്ലാം അവരിൽ നിന്ന് പിഴുതുമാറ്റപ്പെട്ട പരിശുദ്ധന്മാരാണ്. അവർ മഅസൂമുകളാണ്. അവരെ പിൻപറ്റി ജീവിക്കുന്നവരെയാണ് ഇനി അല്ലാഹു പറയുന്നത്. ഒന്ന് സിദ്ദീഖുകൾ, ഒന്ന് ശുഹദാ, ഒന്ന് സ്വാലിഹുകൾ. ആരാംബിയാക്കന്മാരുടെ പിൻപറ്റിയ സിദ്ദീഖുകൾ നമുക്കറിയാലോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബറിനെ പോലുള്ള സിദ്ദീഖുകൾക്ക് എന്താണ് പങ്ക്? അമലല്ല. അമലിന്റെ ശ്രേഷ്ഠതയാണെങ്കിൽ സിദ്ദീഖ് എന്നവരെക്കാൾ അമലുള്ളവർ എത്രയോ പേരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. അബൂബക്കർ എന്നവർ ഉത്കൃഷ്ടതയും അധികവും സ്ഥാനവും നേടിയിട്ടില്ല. നോമ്പോ നിസ്കാരമോ ധാരാളം ഉണ്ടായതുകൊണ്ടുള്ള സ്ഥാനമല്ല അബൂബക്കറിന്റെ സ്ഥാനം. തന്റെ ഹൃദയത്തിന്റെ അകത്ത് അരക്കിട്ടുറപ്പിക്കപ്പെട്ടിട്ടുള്ള ഈമാനിന്റെ പദവിയും സ്ഥാനവുമാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്നവരുടെ സ്ഥാനം എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിധം ഈമാനിന്റെ ബലം കൊണ്ട്, ഈമാനിന്റെ ശക്തി കൊണ്ട്, ഈമാനിന്റെ വെളിച്ചം കൊണ്ട്, ആ ഈമാനിന്റെ തെളിച്ചം കൊണ്ട്, അതിന്റെ ശോഭ കൊണ്ട് മുന്തി നിൽക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാ സിദ്ദീഖുകൾ. നബിമാരിൽ നിന്ന് അംബിയാക്കന്മാരുടെ അതേ വിശ്വാസം സ്വാംശീകരിച്ചിട്ടുള്ളവർ. നബിമാർക്ക് എങ്ങനെയാണോ അല്ലാഹുവിനെ കുറിച്ച വിശ്വാസം അറിവ്, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും അറിവും നബിമാർക്ക് എങ്ങനെയാണോ അത് അപ്പടി തന്നെ സ്വാംശീകരിച്ചുകൊണ്ട് പ്രജകളിലും മുത്തബിഈങ്ങളിലും അവിടത്തെ സ്വഹാബത്ത് അടക്കമുള്ള മുത്തബിഈങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്നവർ, മൂസാ നബിയെ പിന്തുടർന്നവർ, ഈസാ നബിയെ പിന്തുടർന്നവരിൽ അതത് നബിമാരുടെ ഈമാനിന്റെ അതേ അംശം ഒന്നിച്ച് വഹിച്ചുകൊണ്ട് ഈമാനിൽ അവരെ പ്രതിനിധീകരിക്കുന്ന മഹാന്മാരാ സിദ്ദീഖുകൾ. അവർ കർമ്മം വലിയവരാകില്ല എന്ന് വെച്ചാ കർമ്മമില്ലാത്തവരാണല്ല, അധികം കർമ്മമില്ലാത്തവരാ, അധികം ഇല്ലാത്തവരാ. നിർബന്ധമായ കർമ്മമേ ചിലപ്പോൾ സിദ്ദീഖുകൾക്ക് കാണൂ, ചിലപ്പോൾ അത്യാവശ്യം സുന്നത്തുകളെ കാണൂ. രാത്രി മുഴുവൻ ഹയാത്താക്കുന്നവരാവണമെന്നില്ല അവർ. കാരണം അമ്പിയാക്കന്മാരും അങ്ങനെ രാത്രി മുഴുവൻ ഹയാത്താക്കുന്നവരായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ രാത്രി മുഴുവൻ ഹയാത്താക്കിയിട്ടില്ല. അപൂർവം ചില സന്ദർഭങ്ങളിലേ അങ്ങനെ നബിയിൽ നിന്ന് കേൾക്കൂ. നബി തങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുമുണ്ട്, രണ്ടുമുണ്ടല്ലോ. ഇത് നമ്മളൊക്കെ അറിയുന്നതാ. ഈ വിധത്തിൽ തന്നെ കർമ്മങ്ങളുടെ കാര്യത്തിലല്ല, ഈമാനിന്റെ കാര്യത്തിൽ, അറിവിന്റെ കാര്യത്തിൽ അമ്പിയാക്കന്മാരെ മുഴുവൻ പകർത്തെടുത്തിട്ടുള്ള വലിയ മഹത്തുക്കളായ വിശ്വാസികളാ സിദ്ദീഖുകൾ. കർമ്മം കൊണ്ട് അള്ളാന്റെ അമ്പിയാക്കന്മാരെ സ്വാംശീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി കർമ്മം ചെയ്യുന്നതിൽ അവരുടെ ജീവൻ പോലും, അവരുടെ ശരീരം പോലും, അവരുടെ രക്തം പോലും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന കർമ്മയോഗികൾ. ആ കർമ്മയോഗികളാ ശുഹദാ. അത് കർമ്മത്തിൽ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ പ്രതിനിധീകരിക്കുന്നവരാ. വസ്വാലിഹീൻ, കടപ്പാടുകളെല്ലാം നിർവഹിക്കുന്ന സദ്വൃത്തരും, അള്ളാന്റെ കടപ്പാടും ഇബാദിന്റെ കടപ്പാടുകളും നിർവഹിക്കുന്ന സദ്വൃത്തരും കഴിഞ്ഞു. ഈ സദ്വൃത്തരോട് കൂടെയാണ് സ്വർഗത്തിൽ കിടക്കുകയെന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രയാസം പറഞ്ഞപ്പോ ആയത്തിറക്കിയ ആ സൗബാൻ അവരിൽ നിന്ന് കിട്ടുന്ന വിധമാകുമ്പോൾ മനസ്സിലാക്കാനാ ഞാനിത് പറയുന്നത്. ആ സൗബാനാ പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇന്നൽ അബ്ദ ലയൽതമിസു മർദാത്തല്ലാഹി അസ്സ വജൽ. ഒരടിയാന് അള്ളാന്റെ പൊരുത്തമാണ് തേട്ടം. അള്ള പൊരുത്തപ്പെടണം, അള്ള അംഗീകരിക്കണം, അള്ള ഇഷ്ടപ്പെടണം എന്നെ. ഈ തേട്ടം തേടുന്ന മനുഷ്യൻ ഫലായസാലു കദാലിക, അതിനുവേണ്ടി തന്നെ അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ അതിനാണ്, പഠിക്കുന്നതൊക്കെ അതിനാണ്. വല്ലാത്തൊരു സ്ഥാനം അത് പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന് വെച്ചാൽ സ്വർഗത്തിനല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, സ്വർഗത്തിലെ സുഖത്തിനല്ല, സ്വർഗത്തിൽ സുഖിക്കാനല്ല, സ്വർഗത്തിലെ ആനന്ദത്തിനല്ല, ഇങ്ങോട്ട് കിട്ടേണ്ട ഒന്നിനുമല്ല. യജമാനനായ അള്ള പൊരുത്തപ്പെട്ടവർ അടിയാനാകണം. അള്ള പടച്ചതല്ലേ, അവൻ പൊരുത്തപ്പെട്ട അടിയാനാകണം. ഈ അന്വേഷണത്തിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാൾ അങ്ങനെ തന്നെ നിർവഹിക്കും.
ഇത് സാക്ഷാത്കരിക്കപ്പെടുക എപ്പോഴാണ്? അയാളുടെ വിചാരം ഇതുതന്നെയായി. കർമ്മങ്ങളൊക്കെയും പടച്ചവന്റെ പൊരുത്തത്തിനായി. അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പൊരുത്തത്തിന്റെ ഒരു ചെറിയ കണിക. പടച്ചോന്റെ പൊരുത്തം മുഴുവൻ കിട്ടണ്ട. പടച്ചോൻ പൊരുത്തപ്പെടുന്നവരിൽ പെട്ടു എന്നും പറയണ്ട. പടച്ചോന്റെ പൊരുത്തത്തിന്റെ ഒരു ചെറിയ കണിക കിട്ടിയാൽ ദുന്യാവിനേക്കാൾ ആഖിറത്തിനേക്കാൾ അത് ഏറ്റവും വലുതാണ്. ആഖിറത്തിലെ സ്വർഗത്തേക്കാൾ അത് വലുതാണ്. ദുന്യാവിലെ സൗഖ്യത്തേക്കാൾ അത് വലുതാണ്. ദുന്യാവിലെ പദവിയേക്കാൾ അത് വലുതാണ്. ദുന്യാവിലെ സ്ഥാനമാനങ്ങളെക്കാൾ അത് വലുതാണ്. ദുന്യാവിലെ കറാമത്തുകളെക്കാൾ അത് വലുതാണ്. ദുന്യാവിലെ അതിശയകരമായിട്ടുള്ള അടിയാൻ എന്ന കേളിയേക്കാൾ അത് വലുതാ. പടച്ചോന്റെ പൊരുത്തത്തിന്റെ ഒരു ചെറിയ കണിക. ഈ കണികയെ അല്ലാഹു അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പടച്ചോൻ സമ്പൂർണമായി പൊരുത്തപ്പെട്ടവരടിയാനാവുക. എന്റെ കർമ്മം അല്ലാഹു പൊരുത്തപ്പെടുക, എന്റെ അറിവും വിശ്വാസവും അല്ലാഹു പൊരുത്തപ്പെടുക എന്ന പദവി എത്ര മഹത്തായ പദവിയാ. ഇതന്വേഷിച്ചുകൊണ്ട് കർമ്മയോഗിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതന്വേഷിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു ജിബ്രീലിനോട് പറയും, ഇന്ന ഫുലാനൻ അബ്ദി യൽതമിസു അൻ യുർദിയനി. എന്നെ സംതൃപ്തനാക്കണം എന്നു അന്വേഷിച്ചുകൊണ്ടാണ് ഇന്നയാൾ ജീവിക്കുന്നത്. അയാൾ ചെയ്യുന്നതൊക്കെ എന്നെ പൊരുത്തപ്പെടിക്കണം, എനിക്ക് സംതൃപ്തി വരണം, എന്നെ പ്രീതിപ്പെടുത്തണം എന്ന് കരുതിയാണ്. എന്റെ കാരുണ്യം ഞാൻ അദ്ദേഹത്തിന്റെ മേലാക്കിയിരിക്കുന്നു, അദ്ദേഹത്തെ ഞാൻ പൊരുത്തപ്പെടുന്നു, എന്റെ റഹ്മത്ത് അയാൾ കാക്കുന്നു. ഇത് ജിബ്രീൽ കേട്ടാൽ ഫയഖൂലു ജിബ്രീൽ റഹ്മത്തുള്ളാഹി അലാ ഫുലാൻ, ഇന്ന വ്യക്തിയുടെ മേൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകങ്ങളിലൊക്കെയും വിളിച്ചു പറയും. ആകാശത്തേക്ക് എത്തിയിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു ഈ വഹ്യ് നൽകുന്ന ഇടത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കേട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇത് വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടിട്ട് വയഖൂലുഹാ ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്ന മലക്കുകൾ എന്ന ഏറ്റവും വീര്യപ്പെട്ട മലക്കുകളാണ് ഇത് പറയുക, ഇത് ഏറ്റു പറയുക. ഇന്നാലിന്നയാൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്. അർശിനെ ചുമക്കുന്ന മലക്കുകൾക്ക് ചുറ്റും അർശിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഹാഫൂനയുണ്ട്. ആ ഹാഫൂനയായ മലക്കുകൾ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അല്ലാഹുവിന്റെ ലോകത്തിന്റെ മേലെ തല മുതൽക്ക് കീഴ്പോട്ട് 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 സകല ആകാശങ്ങളിലുമുള്ള എല്ലാ പടപ്പുകളും ഇത് വിരിച്ചു പറയും. ഏഴാകാശങ്ങളിലുമുള്ളവർ ഇതിനെയാണ് പിന്നെ ഭൂമിയിലേക്ക് ഇറക്കപ്പെടുകയെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ അല്ലാഹുവിന്റെ ഈ മഹബ്ബത്തും ഇഷ്ടവും ആകാശലോകത്തൊക്കെ കേളി പരത്തിയിട്ട് മറിച്ചിട്ട് ഇവിടെ നമ്മുടെ ഭൂമിയിലെത്തും. അതെത്തുമ്പോ ഭൂമിയിലാസകലം അവന് സ്വീകാര്യത. ആ സ്വീകാര്യത ചിലപ്പോൾ ഹിംസ്ര ജന്തുക്കളിൽ വരും, ഭൂമിയുടെ മണ്ണുകളിൽ വരും, ഭൂമിയുടെ പാറയിൽ വരും, ഭൂമിയുടെ സമുദ്രത്തിൽ വരും. അല്ലാഹുവിന്റെ അടിയങ്ങളായ പടച്ചോന്റെ മനുഷ്യന്മാര് പറഞ്ഞിട്ട് ഭൂമി പിളർന്നിട്ടുണ്ട്, മനുഷ്യന്മാർ പറഞ്ഞിട്ട് സമുദ്രം കൂടിയിട്ടുണ്ട്, സമുദ്രം പിളർന്നിട്ടുണ്ട്, ഭൂമി പറഞ്ഞിട്ട് പാറ പിളർന്നിട്ടുണ്ട്, പാറക്കെട്ട് കൂടിയിട്ടുണ്ട്. അല്ലാഹു തആലാന്റെ അടിയങ്ങൾ സംസാരിച്ചിട്ട് സാധിക്കാത്ത ചരാചരങ്ങളിലെ ചലനങ്ങൾ ഒന്നുമില്ല. ഇതൊക്കെയും സാധിക്കുന്നത് എങ്ങനെയാ? അല്ലാഹു മാനത്ത് സ്നേഹിച്ച വിവരം കിട്ടിയിട്ടുള്ള സ്നേഹമാണ് ഭൂമിയിൽ വരുന്നതെങ്കിൽ ആ സ്നേഹത്തിലൂടെ കിട്ടുന്നതാ ഇതൊക്കെ. അങ്ങനെയുള്ളവരാ നമ്മൾ പറയുന്ന വിശ്വാസികളായിട്ടുള്ള കർമ്മയോഗികളായിട്ടുള്ള ആളുകൾ. ഈ കർമ്മയോഗികൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ അങ്ങനത്തെ ഒരുപാട് ആളുകളിൽ നിന്ന് മാറി 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 ഇപ്പൊ നമ്മളെ കേളിയും കീർത്തി എവിടെയാ? നമ്മൾ ചണ്ടികൾ പറയുന്നത്. യവത്തിന്റെ ചണ്ടികൾ പോലുള്ള കുറച്ച് ചണ്ടികൾ ശേഷിക്കുന്ന ചണ്ടികളുടെ ഇടയിലാണോ കീർത്തി വേണ്ടത്? ചണ്ടികൾക്കിടയിലാണോ ശേഷി വേണ്ടത്, പ്രസിദ്ധി വേണ്ടത്? അല്ല. ഇത്തരം ആളുകൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് എന്താണെന്ന്, 50 ആളുകൾ ഒന്നിച്ച് നിസ്കരിച്ചിട്ടും അതിലൊരൊറ്റ കുട്ടിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കാത്ത അവസ്ഥ വരും. 50 ആളുകൾ നിസ്കരിക്കുന്നു, 50 ആളുകളുടെ ജമാഅത്തിൽ നിന്ന് ഒരൊറ്റ കുട്ടിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നില്ല. 50 ആളുകളുടെ ജമാഅത്ത് എന്ന് റസൂലുള്ള പറയുന്ന കാലത്ത് ഒരു വലിയ ജമാഅത്തല്ലേ ഇത്?
മദീനത്തെ പള്ളിയിലെ ജമാഅത്തല്ലല്ലോ, ലോകത്തെ പള്ളിയിലെ വലിയ വലിയ പള്ളികൾ കണ്ടിട്ടില്ലെങ്കിൽ ചെറിയ പള്ളി 50 ആളെ കൊള്ളുന്ന അത്തേ പള്ളി ഉണ്ടാവോ? വളരെ കമ്മിയായിരിക്കും പഴയ പള്ളിയിൽ. കാരണം അന്നത്തെ ആൾക്കൂട്ടങ്ങൾ അങ്ങനെയാണ്. അത്തരം ആൾക്കൂട്ടങ്ങൾ ഒരു 50 ആൾ ഒരു പള്ളിയിൽ നിസ്കരിക്കണമെങ്കിൽ എത്ര വേണമെന്ന്? അത്രയും വലിയ ഒരു ജമാഅത്തിൽ ഒരൊറ്റക്കുട്ടിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ ജമാഅത്തിന്റെ പുണ്യമായി കിട്ടുന്ന നേട്ടം മുഴുവൻ അവരുടേത് പോയില്ലേ? ഈ ചണ്ഡികളുടെ സ്നേഹമല്ല അല്ലാഹു പറയുന്നത്. അള്ളാന്റെ അടിയങ്ങൾക്കിടയിലുള്ള ഈ സ്നേഹം വലിയ വലിയ മഹാന്മാർക്ക് കിട്ടുമ്പോ അത്തരം മഹാന്മാർക്ക് കിട്ടിയ ഈ സ്നേഹം, അത്തരം മഹാന്മാർക്ക് ഇഷ്ടപ്പെട്ടത് ഈമാനിന്റെയും അമലും സ്വാലിഹിന്റെയും ഫലം. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളുടെ ശിഷ്ടമായി, അവരുടെ പിന്മുറക്കാരായി, അവരിൽ നിന്ന് ശേഷിച്ചവരായി, അവരുടെ തുച്ഛബാക്കിയായി ശേഷിക്കുന്ന എൻ്റെ വിശ്വാസികളെ, അല്പം വിശ്വാസം നമുക്കുണ്ട്. അതാണല്ലോ നമ്മളിവിടെ ഒത്തുകൂടിയത്. അതാണല്ലോ ഞങ്ങൾ എല്ലാവരെയും നിങ്ങൾ ഇത്രയും സഹിച്ചത്, ഇപ്പോഴും കേൾക്കുന്നത് ഈമാന്റെ ഒരു ചെറിയ അംശം കൊണ്ടാണ്. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ, അതിനെ അള്ളാഹു വളർത്തുമാറാവട്ടെ, അതിന് അള്ളാഹു ശോഭ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അങ്ങനെ അങ്ങനെ നമ്മൾ മുഅ്മിനീങ്ങളിൽ പെടട്ടെ. പക്ഷേ ഈ മുഅ്മിനീങ്ങളായിട്ടുള്ള നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഉണർത്തുന്നത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ പറഞ്ഞ ഒരു ചെറിയ മൊഴി, വിശ്വാസികളായ നാം, അറിവുള്ളവരായ നാം, അറിവുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നാം, അറിവുള്ളവരിൽ നിന്ന് കേൾക്കണമെന്ന് കൊതിക്കുന്ന നാം, അതിനെ അറിവ്. അറിവ് എന്ന് പറഞ്ഞാൽ ഓതിപ്പടിക്കുന്ന അറിവ് മാത്രമല്ല അറിവ്. ഓതിപ്പടിക്കുന്നവരെക്കാളും പഠിച്ചവരെക്കാളും നിങ്ങൾ കേൾക്കുന്ന സാധാരണ പഠിക്കാത്തവരാ അറിവന്മാരെപ്പോഴും. അത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്. മൂല്യന്മാർ കൂടി ഞങ്ങളത് വിലയിരുത്തും. കാരണം നമ്മുടെ ഈ അറിവുള്ളവർ അറിവില്ലാത്തവരൊക്കെ ഈ നാടന്മാർക്ക് അറിയുള്ളൂ. അത് നോക്കിയില്ല നിങ്ങൾ? ഈ ലോകത്തെ കേരളത്തിലെ ആലിമീങ്ങളിൽ നിന്ന് ആരെടുത്താണ് ഇൽമ് എന്ന് നമ്മളെക്കാൾ അധികം ഈ നാടന്മാർക്കറിയാം. നാടന്മാരാണ് വലിയ പേരുള്ളൂര്. നമ്മൾ വിചാരിച്ചത് ഈ മൂല്യന്മാരാ വലിയ. നമ്മൾ എത്ര കെട്ടുംകൂട്ടിയായിട്ട് നടന്നാലും, നമ്മൾ എത്ര ഉഷാറായിട്ട് നടന്നാലും കേരളത്തിലെ ജനതക്കൊരു പൊതു അറിവുണ്ട്. നമുക്കിങ്ങനെ ഒരു വിഷയം ഉണ്ടായാലോ, നമുക്കിങ്ങനെ ഒരു മസാല വന്നാലോ, നമ്മളെവിടെയാ പോകേണ്ടതെന്ന് അറിയാൻ ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ ഓരോ ധാരണ. അത് തെക്കാവട്ടെ, വടക്കാവട്ടെ, മധ്യമാവട്ടെ, എവിടെയാവട്ടെ, എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. എല്ലാ ജനങ്ങൾക്കുമുണ്ട്. അത് സംഘടന കൊണ്ടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. സംഘടനയുടെ ഏറ്റവും ഉയർന്ന പദവി കൊണ്ടും ഉണ്ടാക്കാൻ കഴിയില്ല. സംഘടനയുടെ അത്യുന്നതയിൽ നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ ജനങ്ങളിടയിൽ തെരഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന ഭാരവാഹികളാണ്, ഭാരവാഹികൾ. ആ ഭാരവാഹികളായി എന്നുള്ള കിട്ടൂല. സാധാരണ ജനങ്ങൾക്കുണ്ടൊരറിവ്. നമ്മളിപ്പോ താജുൽ ഉലമാ എന്ന് പറയുമ്പോ ശൈഖുനാ സദഖത്തുള്ള ഉസ്താദ് എന്നിപ്പോ നിങ്ങൾ കേട്ടപ്പോഴൊക്കെ നിങ്ങൾക്കൊരറിവുണ്ടല്ലോ, വലിയൊരു ആലിമായിരുന്നു, വലിയ. നിങ്ങൾ പരിചയിച്ചിട്ടല്ല അത്, നിങ്ങൾ പരിചയിച്ചിട്ട് കിട്ടിയതല്ലാതെ, നിങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയതല്ല അറിവ്. ഇത്തരം വലിയ പണ്ഡിതന്മാർ പറഞ്ഞു പറഞ്ഞു കിട്ടിയതാണ്. അങ്ങനെ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് പറഞ്ഞു ഈ കിട്ടുന്ന അറിവുകൾ സ്വീകരിച്ചിട്ട് ആളുകൾ വലിയ അറിവാളന്മാരായിട്ടുണ്ട്. ഒരു കാര്യം കിട്ടുമ്പോ എവിടുന്നാ അത് കിട്ടേണ്ടതെന്ന് അറിയലെന്നല്ലേ വലിയ അറിവ്. കിട്ടേണ്ടത് അറിയാത്തത് ഏറ്റവും തോറ്ററിവല്ലേ. കിട്ടണ്ടോനറിയില്ല, വലിയൊരു പള്ളിക്കൽ ആളാണ്, വലിയ പ്രാസംഗികനാന്ന് കരുതി ഓനോട് പോയിട്ട് ചോദിച്ച് ഓനൊരു മസാലയും പറഞ്ഞ് അത് കേട്ടാൽ ഓനിലും വലിയൊരു വങ്കൻ ദുനിയാവിലാരെങ്കിലും കിട്ടുമോ? നേരെ മറിച്ച് അറിവുള്ളവനാരെന്ന് മനസ്സിലാക്കി ആ അറിവുള്ളവനെ സമീപിച്ചിട്ടാണ് അറിവ് നേടുന്നതെങ്കിലോ വലിയ വിജയിയാണ്. റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ കിതാബ് ഓതിയവരല്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ റസൂലുള്ളാഹിൽ നിന്ന് പഠിച്ചിരുന്നത് കിതാബല്ല, അറിവാണ്. അവർ കിതാബ് പഠിക്കാതെ അറിഞ്ഞിരുന്നു. ഇതിനർത്ഥം കിതാബ് പഠിക്കാത്ത ഒരറിവന്മാരെ നാളെ വേറൊരു കൂട്ടർ പറയൂ. അങ്ങനെ പറയണ്ട. കിതാബ് നമ്മൾ പഠിക്കണത് എന്താ വെച്ചാൽ അള്ളാന്റെ കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തും അറബി ഭാഷയിലായതുകൊണ്ട് ആ ഭാഷയിലുള്ള അറിവുകൾ നേടിയിട്ട് അറിവുകളും ശാസ്ത്രങ്ങളുമായി കിട്ടാനാ നമ്മൾ കിതാബ് വായിക്കുന്നത്. അങ്ങനെ തന്നെ എന്ന് നേടാൻ കഴിയുള്ളൂ. പക്ഷേ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾക്ക് വിഷയം വരുമ്പം വിഷയങ്ങളുടെ അറിവാ കിട്ടിയിരുന്നത്. അവരാ വലിയ അറിവാളന്മാർ. ആ അറിവാളന്മാരെ പോലത്തെ അറിവാളന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരം അറിവുള്ളവരെ, വിശ്വാസമുള്ളവരെ, വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും സമന്മാരാണ്. അള്ളാനെ കൊണ്ട് നിങ്ങളും ഞങ്ങളും വിശ്വസിച്ചതൊരുപോലെയാണ്. നിസ്കരിക്കാനുള്ള കാര്യം പഠിച്ചത് നിങ്ങളും ഞങ്ങളും ഒരുപോലെയാണ്. നോമ്പനുഷ്ഠിക്കുന്നത് നിങ്ങളും ഞങ്ങളും ഒരുപോലെയാണ്. അതുപോലത്തെ ഫർളാക്കപ്പെട്ട എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾ സാധാരണക്കാരും പണ്ഡിതന്മാരും ഒക്കെ ചെയ്യുന്നത് ഒരുപോലെയാണ് ഏറെക്കുറെ. ആ അറിവ് വെച്ചുകൊണ്ട് പറയാ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഇന്നൽ മുഅ്മിന ഫീ സിത്തത്തി അൻവാഇൻ മിനൽ ഖൗഫ്.
ഒരാറു തരം ഭീതിക്കിടയിലാണ് വിശ്വാസിയായ ഒരു മനുഷ്യൻ. ആരാ പറയുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ 3-ാം ഗ്രേഡുകാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഈ സമുദായത്തിലെ മുൻകഴിഞ്ഞവരും ഇനി വരാനിരിക്കുന്നവരും അടക്കമുള്ള മൊത്തം സമുദായത്തിലെ 3-ാം സ്ഥാനക്കാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, ഇന്നൽ മുഅ്മിന, ഒരു വിശ്വാസിയായ മനുഷ്യൻ, ഫീ സിത്തത്തി അൻവാഇ മിനൽ ഖൗഫ്, 6 തരം പേടിക്കിടയിലാണവൻ. 6 തരം ഭീതി അവന് വേണം. എപ്പോഴും ഭീതിയില്ലാതെ ജീവിക്കരുതേ, ചിരിച്ചുകൊണ്ട് ജീവിക്കരുതേ, ചിരിച്ചുകൊണ്ടിരിക്കരുതേ. ജീവിതത്തിന്റെ സകല സമയവും ഭീതിയിലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ വേണ്ടത്, പേടിയിലാണ് മനുഷ്യൻ വേണ്ടത്. നമ്മൾ ചിരിപ്പിക്കാന്നല്ല, ചിരിച്ചു മരിക്കാം, ചിരിച്ചു മരിക്കാം, ചിരിച്ചൊന്നുമല്ല. ഭീതിയോട് ഭീതിയിലാണ് അവസാനം വരെ നമുക്ക് വേണ്ടത്. ആ ഭീതിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നത്. 6 കൂട്ടം ഭീതി. ഇതെല്ലാവർക്കും അറിയേണ്ടതാണ്, എല്ലാവരും പറഞ്ഞാൽ അറിയുന്നതുമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വാക്കായതുകൊണ്ട് ശ്രദ്ധയിൽ നിൽക്കാനാണ് ഞാൻ കൊടുത്തുന്നത്. ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നു, വേണ്ട ഭീതി 1 മിൻ ഖിബലില്ലാഹ്, പടച്ചോന്റെ ഭാഗത്തെ പറ്റി ഒരു പേടി വേണം. പടച്ചോന്റെ ഭാഗത്തെ പറ്റി ഒരു പേടി. എന്താ പേടി വേണ്ടിയത്? പടച്ചോൻ നരകത്തിലിട്ട് ശിക്ഷിക്കൂന്നല്ല, നരകത്തിലിട്ട് ശിക്ഷിക്കോലും എങ്ങനെയായാലും എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓശാരമായി തന്നിട്ടുള്ള ഏറ്റവും അമൂല്യമായ ഒരു മുത്ത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ അല്ലാഹ് തന്നതാണത്. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അല്ലാഹ് തന്നതാണത്. നമ്മുടെ ആത്മാവിൽ തന്നെ അല്ലാഹു ഊട്ടിയതാണത്. നമ്മുടെ ആത്മാവിനെ തന്നെ അല്ലാഹു അങ്ങനെ വെച്ചത് കൊണ്ട് കിട്ടിയതാണത്. ആ കിട്ടിയതെന്താണ്? ഈമാൻ. ഈമാൻ എന്നത് നമുക്കൊക്കെയും ഉമ്മവാപ്പാന്മാരിൽ നിന്ന് കിട്ടിയതല്ല സഹോദരങ്ങളെ. അപൂർവം ചിലരല്ലേ കുഫറിൽ നിന്ന് വിശ്വസിച്ച് വന്നവരുള്ളൂ. മിക്കവാറും നമ്മൾ ഉമ്മവാപ്പാന്മാരിൽ നിന്ന് കിട്ടിയ ഈമാന, അപ്പൊ അധ്വാനിക്കാതെ കിട്ടിയ ഈമാന, കഷ്ടപ്പെടാതെ കിട്ടിയ ഈമാന, പഠിച്ചു മനസ്സിലാക്കാതെ കിട്ടിയ ഈമാന. ജനിച്ചപ്പോ നമ്മൾ മുസ്ലിമീങ്ങളാ, അപ്പൊ നമ്മുടെ വാതിൽ ഉയർത്തപ്പെട്ടത് ബാങ്ക, മറുകാതിൽ ഉയർത്തപ്പെട്ടത് ഇഖാമത്ത. നമുക്ക് മധുരം തൊട്ട് തന്നതും ചങ്കിലിറക്കി തന്നതും അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിയങ്ങളാ. ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഓശാരമായി പടച്ചോന്റെ അടുത്ത് കിട്ടിയ ഈമാന. ആ ഈമാൻ അയ്യുഖുദ മിൻഹുൽ ഈമാൻ, അല്ലാഹ് തന്ന ഈമാൻ അല്ലാഹ് തന്നെ പിടിക്കും എന്ന ഭീതി ഒരു വിശ്വാസിക്ക് എപ്പോഴും വേണം. അല്ലാഹ് തന്ന ഈമാൻ എപ്പോഴാ അല്ലാഹ് പിടിക്കാൻ അറിയൂല. നമ്മളൊരാളും അല്ലാഹുക്ക് വലുതല്ല. ഒരു സൃഷ്ടിയുടെ ഇബാദത്തും അല്ലാഹുക്ക് വലുതല്ല. നമ്മുടെ ഇബാദത്തിന്റെ വലുപ്പം എത്രയെന്നും, നമ്മുടെ അറിവിന്റെ വ്യക്തം എത്രയെന്നും, തൂക്കം എത്രയെന്നും, നമ്മുടെ അറിവിന്റെ പെരുപ്പം എത്രയെന്നും കൃത്യമായി അറിഞ്ഞവനെ അല്ലാഹ്. നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രാസംഗികന് വലുതാകാം, നിങ്ങളുടെ മുമ്പിൽ അടവുകൾ കൊണ്ട് സൂത്രങ്ങൾ കൊണ്ട് പെരുപ്പം കാട്ടാം, നിങ്ങളുടെ മുമ്പിൽ ഒരു ഫത്വ കൊണ്ട് വലുപ്പം കാട്ടാം. പക്ഷേ അല്ലാഹുവിനെ അടിയാന്റെ അറിവ് കൃത്യമായി അറിയില്ലേ? അല്ലാഹുവിനെ അടിയാന്റെ കർമ്മത്തിന്റെ ശരിയായ വണ്ണം അറിയില്ലേ? അതിന്റെ ഇഖ്ലാസ് അറിയില്ലേ? എല്ലാം അറിയുന്ന രാജാതിരാജനായ അല്ലാഹ് നമുക്ക് തന്നിയ അവന്റെ സൗകര്യത്തോടുകൂടെ അവന്റെ ഫضലായി ഓശാരമായി നൽകിയിട്ടുള്ള ഈമാൻ എന്ന അമൂല്യമായ രത്നം അല്ലാഹ് പിടിക്കുന്നത് എപ്പോഴാണ് നമ്മൾ അറിയൂല. അത് പിടിക്കുന്നതിനെ കുറിച്ച് മുഅ്മിനായ മനുഷ്യന് സദാ ഭീതി വേണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ശരിയല്ലേ ഇത് മുഅ്മിനീങ്ങളെ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഇത് പറയുന്നവരാ വിശ്വാസികളെന്നും ഇത് പറയേണ്ടവരാ വിശ്വാസികളെന്നും ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചതല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലേ? ഖുർആനിലുള്ള മൊഴിയല്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ മഗ്രിബ് നമസ്കരിച്ച ഒരു സ്വഹാബി വിവരിക്കുകയാണ്. 1-ാം റക്അത്തിൽ മഹാനപ്പറുകൾ ഒരു സൂറത്ത് ഓതി, 2-ാമത്തെ റക്അത്തിലും ചെറിയ ഒരു സൂറത്ത് ഓതി, 2 സൂറത്തും 2 ചെറിയ സൂറത്ത് ഓതി കഴിഞ്ഞ ശേഷം 3-ാമത്തെ റക്അത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്നവർ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് പറയുന്നത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്ന ആയത്താണ്.
മഅ്മൂമീങ്ങളുടെ ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ട് ഒരൽപ്പസമയം തനിക്ക് കിട്ടുമെന്നും അവരോടൊപ്പം ശരിക്ക് റുക്കൂഇലേക്ക് പോകാൻ അവസരം കിട്ടുമെന്ന് കരുതി മഹാനായ സിദ്ദീഖുൽ അക്ബർ ആ സന്ദർഭം മുതലെടുക്കുന്നത് സൂറത്ത് സുന്നത്തുള്ള സമയമല്ല, ഫാത്തിഹ സൂറത്ത് ഓതി നിർത്തേണ്ട സമയമാണ്. അസമയത്ത്, വിലപ്പെട്ട സമയത്ത്, പതുക്കെ ഓതുന്ന ആ സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താ? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ ഹിദായത്താക്കി ഞങ്ങൾ ഇപ്പൊ ഹിദായത്തിലാ. അതുകൊണ്ടാ പടച്ചോനെ നിസ്കരിക്കാൻ കഴിയുന്നത്, അതുകൊണ്ടാ പള്ളിയിൽ നിൽക്കാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് ഉദു ശരിയായത്, അതുകൊണ്ടാണ് കുളി ശരിയായത്. ഒക്കത്തിനും ഈമാൻ വേണ്ട, ഹിദായത്ത് വേണ്ടേ? അല്ലെങ്കിൽ കുളിയാകുവോ, ഉദുവാകുവോ, നിസ്കാരാകുവോ, നോമ്പാകുവോ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കർമ്മമാകണമെങ്കിൽ ഒന്നാമത്തെ വ്യവസ്ഥ ഈമാൻ. ഇത് പടച്ചവൻ ഓശാരമായി തന്ന ഈമാന. ആ ഹിദായത്ത് റബ്ബേ നീ നീക്കരുതേ. എത്ര അടിയങ്ങൾ വഴികെട്ടുപോയവരുണ്ട്, എത്ര ഇബാദത്തുകാർ വഴിതെറ്റിപ്പോയവരുണ്ട്, എത്ര അറിവാളന്മാർ സ്ഥാനം തെറ്റിപ്പോയവരുണ്ട്. ഇതൊക്കെ പടച്ചവൻ ഇടയ്ക്ക് തെറ്റിച്ചതാ. പടച്ചവൻ തെറ്റിച്ച ആ തുസിഗ്, പടച്ചവനെ നീ ഞങ്ങൾ മാർഗഭ്രംശം ഞങ്ങൾക്ക് സംഭവിച്ചു പോയാൽ, നീ ഞങ്ങൾ കാലിടറിപ്പോയാൽ, നീ ഞങ്ങളുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോയാൽ ഞങ്ങളെ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് അപ്പുറത്തേക്കാക്കല്ല നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വിശ്വാസി. അല്ലാഹുവിനെ പറ്റി ഒരു പേടി വേണം. എണ്ണിപ്പോകാനേ സമയമുള്ളൂ. മഹാനവറുകൾ രണ്ടാമത് പറയുന്നത് മിൻ ഖിബലിൽ ഹഫള, നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കാവൽക്കാരായ ഒരു കൂട്ടം മലക്കുകളുണ്ട്. ആ മലക്കുകളെ സംബന്ധിച്ചും വേണം പേടി വിശ്വാസിയായ ഒരു മനുഷ്യനെ. നമ്മക്കത് പേടി വേണ്ടത് കാഫിറിനല്ല, നമ്മളല്ലേ ഹഫളത്തിനെ കൊണ്ട് വിശ്വസിച്ചവർ. രണ്ടാമത്തെ നമ്മുടെ വിശ്വാസം മലക്കുകളെ കൊണ്ടല്ലേ, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക. രണ്ടാമത് നമ്മൾ വിശ്വസിച്ചത് മലക്കുകളെ കൊണ്ടല്ലേ. ആ മലക്കുകളിൽ വിശ്വസിക്കുമ്പോ നമ്മൾ വിശ്വസിക്കേണ്ടവരാ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഹാഫിളീങ്ങൾ, അവരെ പറ്റിയും വേണം പേടി. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മിസ്കീനുൽ ഇബ്നു ആദം, മനുഷ്യൻ വളരെ സാധുവാ, പച്ച സാധുവ മനുഷ്യൻ, ഒരറിവില്ലാത്ത സാധു. അത് ഉക്കിലബിഹി ഖംസത്തു അംലാക്, 5 മലക്കുകൾ അവനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടു. മലക്കാനി ബില്ലൈൽ മലക്കാനി ബിന്നഹാർ, രാത്രിയിൽ 2 മലക്ക്, പകലിൽ 2 മലക്ക്. എന്തിനാ? നമ്മളെ കർമ്മങ്ങൾ എഴുതാൻ, നമ്മളെ കർമ്മങ്ങൾ എഴുതാനായിട്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. 2 മലക്ക് രാത്രിയിലും 2 മലക്ക് പകലിലും. രാവും പകലും വിട്ടുമാറാതെ അവന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു മലക്കും. ഇങ്ങനെ 5 മലക്ക് സദാ നേരം നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട് അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അവനെ ഏൽപ്പിക്കപ്പെട്ടു എന്ന് പഠിപ്പിച്ചിട്ട്, അത് വിശ്വസിച്ചിട്ട്, അത് അറിഞ്ഞിട്ട് ഒരു വിശ്വാസിയായ മനുഷ്യൻ ആ മലക്കിനെ പറ്റി ഭീതിയില്ലെങ്കിൽ ഈ മലക്കുകൾ എന്തെഴുതും എന്ന് ഭീതി വേണ്ട. അന്ത്യനാളിൽ ജനകോടികളുടെ മുമ്പിൽ വഷളായി പോകുന്ന തെറ്റുകുറ്റങ്ങൾ നമ്മുടേത് ഈ മലക്കുകൾ എഴുതും എന്നൊരു വിശ്വാസിക്ക് പേടി വേണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കർമ്മം ചെയ്യുന്ന നേരത്തെ ഇഖ്ലാസ് ഇല്ലാതെ കാട്ടിക്കൂട്ടുന്ന കർമ്മങ്ങൾ, ജനങ്ങളുടെ മുൻപാകെ കിട്ടുന്ന ചാൻസുകളിൽ കാട്ടിക്കൂട്ടുന്ന കർമ്മങ്ങൾ, അള്ളാഹിനോട് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പോലും മുന്നോട്ട് വന്നുകൊണ്ട് കുതിച്ച് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കാട്ടുന്ന വ്യഗ്രതകളും കാട്ടിക്കൂട്ടലുകളും, ഇതൊന്നും ചെയ്യുമ്പോ പണ്ഡിതനാണെങ്കിലും ആലിമാണെങ്കിലും സംഘടനയുടെ വലുപ്പം നോക്കി, പെരുപ്പത്തിന്റെ വലുപ്പം നോക്കി, ആളുകൾക്കിടയിൽ കുറവാകുമെന്ന വലുപ്പം നോക്കിക്കൊണ്ട് സ്ഥാനമാനങ്ങൾ പേറിയിട്ട് വയസ്സനായ പണ്ഡിതൻ, വയസ്സനായ ആലിമിനെ അവഗണിച്ചുകൊണ്ട് ചില ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നത് കണ്ടിട്ടില്ലേ സദസ്സിൽ നിന്ന്? വയസ്സനൊരു പണ്ഡിത ഗ്രൂപ്പാണ്, അത് നമ്മളെ ഗ്രൂപ്പിനൊരു കുറവാ. എൻ്റെ ഗ്രൂപ്പും വേണം കിടക്കാൻ, ഞാൻ വരട്ടെ മുന്നിക്ക്, ഞാനാണ് വരട്ടെ മുന്നിക്ക്. പിന്നെ മുന്നിക്ക് മൂപ്പരാ വരാ, ദ്വാരക്കാ മൂപ്പര്, ആക്കാ മൂപ്പര്, ഒരു സംഘടനയ്ക്ക് വീതം വെച്ചെടുക്കണമല്ലോ. നല്ല 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 കർമ്മങ്ങൾ, നല്ല 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 മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തു ദ്വാ, മയ്യത്ത് ഇറക്കുമ്പോൾ ദ്വാ. അത് അവിടുത്തെ കൂട്ടരും കുടുംബങ്ങളൊക്കെ വന്ന വലിയൊരു സയ്യിദ് ഉണ്ട് എന്ന് വെച്ചോളി, അല്ലെങ്കിൽ വലിയൊരു ആലിമുണ്ട് വെച്ചോളി. ഈ ആലിമോ സയ്യിദൊക്കെ അവിടെ ഇരിക്കുമ്പം തന്നെ ഒരാളങ്ങ് തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് നിർത്താത്ത പ്രാർത്ഥന, അയാൾക്ക് കിട്ടുന്ന അറിവ്, അയാൾക്ക് കിട്ടുന്ന ആക്കൽ. ഇപ്പം ഞങ്ങളെ നോട്ടം കൊടുക്കാൻ തുടങ്ങിയിട്ട് അറബിൽ കുറേ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങും, മലയാളത്തിലൊന്നായിട്ട്. ഇത് പടച്ചവനോടുള്ള ദുആയല്ല.
പടപ്പുകൾക്കും വേണ്ടിയുള്ളത്, പടപ്പുകളെ കണ്ടിട്ടുള്ളത്. ഈ കേൾക്കുന്ന മുസ്ലിംമാര്, ഈ കേൾക്കുന്ന വീടന്മാര്, ഈ കേൾക്കുന്ന മയ്യത്തിന്റെ ബന്ധുക്കള്, അവരിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാനോ പിടിക്കാനോ, അവർക്കിടയിൽ ചാൻസ് കിട്ടാനോ, അല്ലെങ്കിൽ അവർക്കിടയിൽ ഈ മൂലയരുടെ പാർട്ടിയോടോ വമ്പ് കിട്ടാനല്ലാത്ത ദുആയാണോ ഇത്? പടച്ചോൻ അറബ് തിരിയൂലേ? നമ്മളെ കാലത്തൊരു സംസ്കാരമില്ലേ കൂട്ടരെ? നമുക്കിതിലൊക്കെ ഒരു സംസ്കാരമില്ലേ? നിസ്കരിക്കുമ്പോൾ നമ്മൾ അറബിലല്ലേ നിസ്കരിക്കുന്നത്? അല്ലാഹു അക്ബർ നമ്മൾ അറബിലല്ലേ ചൊല്ലുന്നത്? നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറബിലല്ലേ ദുആ ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതൊക്കെ അറബില്. ഞാനിപ്പോഴത്തൊരു മയ്യത്തിന് കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ ഒരു സാധാരണ പൗരനെ, പിരാന്തന്മാർ വന്ന് കുളിപ്പിക്കുന്ന ആള്, ഏതെങ്കിലും നാട്ടിൽ നിന്ന് പരദേശികളായ ആളുകൾ വന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നു അയന്നാല് പിരിച്ചു കൊടുക്കുന്ന ആള്, എല്ലാവരും ആളെ സാധാരണ ആയിരിക്കണം. ഞാൻ അദ്ദേഹത്തെ മരിച്ചെന്ന് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അവിടെ ഉണ്ടായി. ഞാൻ എന്നും ഇങ്ങനെ ആഗ്രഹിക്കലായിരുന്നു, ഇയാൾ ഉണ്ടാവുമ്പോൾ പഠിച്ചോനെ ഞാൻ ഉണ്ടാവൂലേ എന്നാവും. അത്ര ഇഷ്ടം. എൻ്റെ ഭാര്യ മരിച്ചെന്ന് എൻ്റെ ഭാര്യയെ കുഴിയിലിറക്കാനൊക്കെ ഇയാൾ ഇറങ്ങിയിട്ടുണ്ട്. അത്ര വലിയ ആളാണ്, നല്ല സാധാരണക്കാരനാണ്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ മൗഫറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഞാൻ ആളുടെ വീട്ടിൽ പോയി നിസ്കാരത്തിന് നിന്ന്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖബറിങ്ങിലൊന്ന് പോകാരുതി, ഖബറിങ്ങ് പോയി നിന്ന് കൂടുന്നേരത്ത് ഇപ്പുറത്താ നിൽക്കണത്. ദ്വാക്ക് ക്യാൻസ് ഇട്ടാനൊന്നും അല്ല, കുറെ വിട്ട് നിൽക്കണം, ഇല്ലി കൂടാൻ നോക്കുമ്പോൾ തെൽക്കീനൊക്കെ അറബിൽ ചെല്ലി പോയി. തെൽക്കീൻ കഴിഞ്ഞതിന്റെ ശേഷം അങ്ങോട്ട് തുടങ്ങി മലയാളത്തിൽ ഖബറിങ്ങുന്ന ഒരു ദ്വാ. പടച്ചോനെ ഇതെന്തോ ഒരു ദ്വാ. അപ്പൊ നോക്കുമ്പോൾ അങ്ങനെ ഒരു ദ്വാ പരക്കാണ് വ്യാപകമായിട്ട്. ഖബറിങ്ങുന്ന ഒരു മലയാളത്തിൽ ദ്വാ. അവിടെ നമ്മൾ തെൽക്കീനൊന്ന് അറബ് മാറ്റിയിട്ടൊന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താലോ? ഈ തെൽക്കീനൊന്ന് ഈ മൂല്യര് മലയാളത്തിലൊന്ന് പറഞ്ഞു കൊടുത്താലോ? എങ്ങനെയൊക്കെ അതിന്റെ അർത്ഥം. എന്നാ നമ്മൾ ഈ വഹാബികളൊക്കെ കളിയാക്കൂലേ? ഇപ്പൊ തെൽക്കീൻ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കളിയാക്കാറില്ല. ഇതിനൊക്കെ ഒരു സിസ്റ്റം ഇല്ലേ സഹോദരന്മാരെ? നമ്മൾ ആഖിറത്തിൽ ചെന്നാൽ സംസാരിക്കുന്ന ഭാഷ അറബാ, നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ സംസാരിക്കുന്ന ഭാഷ അറബാ. ഇവിടെ അറബ് പഠിക്കാത്ത വിശ്വാസികൾക്കൊക്കെയും അറബിൽ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഈമാൻ ഉണ്ടെങ്കിൽ കിട്ടും. അറബ് അവർക്ക് അങ്ങ് തിരിയും. അള്ളാഹു തിരിയിക്കുമാറാവട്ടെ. അതാ നമ്മളെ വിശ്വാസം. അത് പഠിച്ചവരാണ്. അതിനവിടെ കൊണ്ട് ഏത് ചൊല്ലിയാലോ, മൗലൂദിന് വിളിച്ചാല്, മറ്റേന് വിളിച്ചാല്, ഇതൊക്കെ അറബ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടൊരു മലയാള വയലുകൾ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താ വെച്ചാല് എല്ലാ സാധാരണക്കാരുകളും വരുമ്പോ ഓല മനസ്സിൽ തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഇത്. പഴയ കാലത്തെ ഒരു സിസ്റ്റം. അതും അതിന്റെ മുമ്പ് ഉണ്ടാവൂല, അറബി ഉണ്ടാവുള്ളൂ. അത് പിന്നീട് വന്നപ്പോ അങ്ങ് ശീലായി പോയി. ഇത് നമ്മൾ ഇനി ഓരോന്നിനും ശീലാക്കി ഇനി നിസ്കാരത്തിലും വരൂല്ല. ഇത് ബാങ്കുഞ്ഞിപ്പോ അങ്ങനെ പോരാ, ഒന്ന് അറബൊന്ന് പോക്കിയൊന്ന് മലയാളത്തിലാകുക, എന്താപ്പോ ഒന്ന് പറയില്ലേ? ഇതൊക്കെ എവിടേക്കായി പോകുന്നത്? ഇതൊന്നും മലക്കുകളെ ചിന്തിച്ചിട്ടല്ല, എഴുതുന്ന മലക്കുകൾ ഓർത്തിട്ടല്ല. ഈ എഴുതുന്ന മലക്കുകൾക്ക് ഓരോരുത്തരുടെ കർമ്മത്തിന്റെ വണ്ണമറിയും, തിരിവറിയും, ഇഖ്ലാസ് അറിയും, മനസ്സിന്റെ ഉള്ളിലെ വിചാരമറിയും, സിദ്ഖുന്നിയത്തറിയും. അങ്ങനത്തെ മലക്കുകൾ പടച്ചവനെ, ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കുറവായി പോകുന്നത് വല്ലതും എഴുതി വെക്കുമോ എന്ന ഭീതി ഒരു വിശ്വാസിയായ മുഅ്മിന് രണ്ടാമത് വേണം. മൂന്നാമതായി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, മിൻ ഖിബലി ശൈത്വാൻ, ആജന്മ ശത്രുവായി കൊണ്ട് നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫിതനക്കൊടി ഉണ്ടല്ലോ, ഇബ്ലീസ് ശൈത്വാൻ. ആ ശൈത്വാന്റെയും മക്കളുടെയും ഭാഗത്തെ പറ്റി നമുക്കൊരു പേടി വേണം. എന്താ പേടി? അയ്യുബിതുലാമലഹു, ചെയ്യുന്ന അമല് നാശാക്കൂന്ന് പേടി. ഇതാണ് ഇബ്ലീസിന്റെ പണി, ചെയ്യുന്ന അമല് നാശാക്കുക. മൂമിനായ മനുഷ്യനെ അമലിൽ നിന്ന് തെറ്റിക്കാൻ കഴിയൂല, അമലല്ലാതാക്കാൻ കഴിയില്ല. നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ പൈശാചികമാണ് ആ ബോധം എന്ന് നമുക്ക് തോന്നും. നോമ്പ് നോൽക്കണ്ടെന്ന് തോന്നിയാൽ പൈശാചികമാണോ ബോധനം എന്ന് നമുക്കറിയും. നമ്മളതിന് കൂട്ടുക്കൂല. പക്ഷേ മൂമിനായ മനുഷ്യരെ അവനറിയാതെ അവന്റെ അമലുകളെ പൊളിച്ചു കളയാനും ബാത്തിലാക്കാനും ശൈത്താൻ മെനക്കെട്ടാൽ അതിൽ നമ്മൾ മൂല്യന്മാര് വരെ പെട്ടുപോകും, ആലിമീങ്ങൾ വരെ പെട്ടുപോകും, അല്ലാത്തവരും പെടും. തെൽബീസു ഇബ്ലീസ്, ഇബ്ലീസിന്റെ തെൽബീസ് പഠിച്ചാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പിഴപ്പിച്ചിട്ടുണ്ട്, തുരീഖത്തുകാരെ പിഴപ്പിച്ചിട്ടുണ്ട്, ഔലിയാക്കളെ പിഴപ്പിച്ചിട്ടുണ്ട്, വിശാരദന്മാരെ പിഴപ്പിച്ചിട്ടുണ്ട്, വിശ്വാസശാസ്ത്ര പണ്ഡിതന്മാരെ പിഴപ്പിച്ചിട്ടുണ്ട്, വിശ്വപണ്ഡിതന്മാരെ പിഴപ്പിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇബ്ലീസ് പിഴപ്പിച്ച കഥകൾ വായിച്ചാൽ വായതുകൾ ദിവസം ഒരുപാട് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഇബ്ലീസ് നമ്മൾ അമല് നഷ്ടപ്പെടുമോ പേടി വേണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നമുക്ക് പരിചയമില്ലാത്തതല്ല ഈ പറയുന്നത്. അള്ളാനെ പേടി വേണമെന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യമല്ലേ?
എഴുതുന്ന മലക്കുകൾ നമ്മൾ വഷളാകുന്നത് എഴുതണം, ആ പേടി വേണമെന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യമല്ലേ? ഇബ്ലീസ് നമ്മുടെ ആജന്മ ശത്രുവല്ലേ? നമുക്ക് ശുക്റായി അല്ലാഹ് എന്ത് ചെയ്യുന്നുവോ അതിൽ നിന്ന് തടയാനല്ലേ ഇബ്ലീസ് മെനക്കെടുക? നിങ്ങൾക്കറിയില്ലേ, ആയുസ് കിട്ടിയിട്ട് ഖിയാമത്തിന്റെ ഏതാണ്ട് അടുത്ത സമയം വരെ ആയുസ് തരാമെന്ന് അള്ളാന്റെ അടുക്കൽ നിന്ന് ഉറപ്പ് വാങ്ങിയ ശേഷമല്ലേ ഇബ്ലീസ് പറയുന്നത് ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം ഖാല ഫബിമാ ഉവൈതനി. നീ എന്നെ പിഴപ്പിച്ചില്ലേ, ഏതായാലും നീ എന്നെ പിഴപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ ഇനി എനിക്കൊരു വിശ്രമമില്ല. ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്? ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ثم لا تجد أكثرهم شاكرين. മഹാപണ്ഡിതനായ അബുൽ അബ്ബാസ് അൽ മുർസി ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ്. ശൈഖ് അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നേരിട്ട് തർബിയത്ത് നേടിയ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി. ഈജിപ്തിലെ ഇസ്കന്ദരിയയിൽ അലക്സാണ്ട്രിയയിൽ സിയാറത്ത് കേന്ദ്രമായി എപ്പോഴും ലക്ഷങ്ങൾ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാൻ. ആ മഹാനവർകൾ അബുൽ അബ്ബാസ് അൽ മുർസി എന്നവർ പറയാ, പിശാച് എന്നറിയുന്ന ആ സാധനത്തിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക എന്നതിലപ്പുറം വല്ല അമലും അറിയുമായിരുന്നെങ്കിൽ അതായിരുന്നു പിശാച് ആ സമയത്ത് ആണയിട്ട് പറയേണ്ടിയിരുന്നത്. ശുക്രിനോളം വലിയ ഒന്നുമില്ല. അള്ളാഹ് ചെയ്ത നിഅമത്ത് മനസ്സിലാക്കി ആ നിഅമത്തിന് ശുക്ർ ചെയ്യണമല്ലോ അല്ലാഹ് എന്ന് ചിന്തിച്ചുകൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുന്ന ശുക്രിനോളം നല്ല ഒരു ചിന്ത, ഒരു വിചാരം വേറെയുണ്ടെന്ന് പിശാച് പറയുമെങ്കിൽ ثم لا تجد أكثرهم شاكرين എന്നല്ല പറയുക. എന്താ ഇബ്ലീസ് പറഞ്ഞത്? ഞാൻ മുമ്പിലൂടെ ചെല്ലും, ഞാൻ പിമ്പിലൂടെ ചെല്ലും, ഞാൻ വലഭാഗത്തൂടെ ചെല്ലും, ഇടഭാഗത്തൂടെ ചെല്ലും, നാനാവഴിക്കും ചെല്ലും. അവനെ പിഴപ്പിക്കാൻ നോക്കും. പിഴപ്പിച്ചാൽ എന്താ ഉണ്ടാകുക? നിനക്ക് ശുക്ർ ചെയ്യുന്നൊരു കുട്ടിനെ കിട്ടൂല. ശുക്ർ ചെയ്യുന്ന നമ്മൾ നിസ്കരിക്കുന്നത് ശുക്ർ മുൻകൂട്ടി അല്ല തന്ന നിഅമത്തിലേക്ക് പകരം വീട്ടുന്ന ഹക്ക് വീട്ടുന്നതാ നമ്മുടെ ഇബാദത്ത്. കൂലി ചോദിക്കാനല്ല, സ്വർഗം ചോദിക്കാനല്ല, നരകത്തിന്റെ രക്ഷ തേടാനല്ല. അതൊക്കെ നമ്മൾ തേടുന്നത് മിച്ചം തേടുകയാണ്, പടച്ചവനോട് ഔദാര്യം തേടുകയാണ്. നമുക്ക് അല്ല തന്നതിനുള്ള ശുക്റാകണല്ലോ നമ്മൾ ചെയ്യുന്ന കർമ്മം. തിന്നിട്ട് നല്ലോണം തിന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങി നമ്മുടെ ശുക്ർ തീരോ? ശുക്ർ കണ്ണും മൂക്കും കാതും കയ്യും ഒക്കെ തിന്നിട്ട് നിൽക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കാരം അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതോടുകൂടെ ശുക്റാവോ? അത്രയും നേരം ആയുസ് തന്നതിന്, അത്രയും നേരം ആയുസ്, അത്രയും കാലം തന്നതിന്, അത്രയും കാലം നിസ്കരിക്കാൻ തന്നതിന് ശുക്റാവോ? തീരില്ല. ശുക്രിന്റെ ബാധ്യത എത്രയോ മുന്നിൽ നിൽക്കുകയാണ്. ആ ശുക്രിന്റെ ബാധ്യത തീർക്കുന്നവരാ ഏറ്റവും മുന്തിയോല്. അത് കാണൂലെന്നാ ഇബ്ലീസ് പറയുന്നത്. അങ്ങനത്തെ ഇബ്ലീസ് പടച്ചോന് ശുക്ർ ചെയ്യുന്ന ഇബാദത്ത് തെറ്റിക്കാനല്ലേ നോക്കുക? നമ്മൾ ചോദിക്കുന്നത് തെറ്റിക്കാനല്ല നോക്കുക, അതിലപ്പുറം ശുക്ർ ചെയ്യുന്ന ഇബാദത്ത് തെറ്റിക്കാൻ നോക്കും. അത് പേടിക്കണോ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നാലാമത് ബഹുമാനപ്പെട്ടവർ പറയുന്നത് മിൻ ഖിബലി മലക്കിൽ മൗത്ത്. നമ്മളെ തേടി നടക്കുന്ന ഒരു മലക്കുൽ മൗത്ത് നമ്മുടെ പിന്നിലുണ്ടെന്ന് നമുക്കറിയൂലേ? ആ മലക്കുൽ മൗത്തിന്റെ ഭാഗത്തിലൂടെയും ഒരു പേടി വിശ്വാസിക്ക് വേണം. മലക്കുൽ മൗത്ത് നമ്മളെ പിടിക്കുക എപ്പോഴാണെന്ന് നമുക്കറിയില്ല. നമുക്ക് രണ്ടു തരം സമയമുണ്ട്. അള്ളാന്റെ ദിക്റിന്റെ സമയമുണ്ട്, അള്ളാന്റെ ദിക്ർ മാറി നിൽക്കുന്ന വഫലത്തിന്റെ സമയമുണ്ട്. മനസ്സിൽ ദിക്റില്ലാത്ത സമയമാണോ അത് വഫലത്തിന്റെ സമയമാണ്. അള്ളാന്റെ ദിക്ർ മനസ്സിലുണ്ടോ അത് പടച്ചോന്റെ ദിക്റിന്റെ സമയമാണ്. ആ പടച്ചോന്റെ ദിക്റിന്റെ സമയത്ത് മരിച്ചാൽ അതാണ് ഹുസ്നുൽ ഖാത്തിമ. അല്ലാഹു ആ മഹാഭാഗ്യം നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നും അധികമാക്കുന്ന പ്രാർത്ഥന എന്നും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ. പടച്ചവനെ, നീ എനിക്ക് തന്നിട്ടുള്ള ആയുസ്സിൽ നിന്ന് ഏറ്റവും മുന്തിയ സമയം എന്റെ അവസാനത്തെ സെക്കൻഡ് ആക്കണമേ. വജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക. നീ എനിക്ക് തന്ന ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ കണ്ടുമുട്ടുന്ന മരിക്കുന്ന ആ ദിവസം അതാവണം ഏറ്റവും മുന്തിയ സമയം. അതിന്റെ മുൻപുള്ള സമയങ്ങളെക്കാൾ ഏറ്റവും മുന്തിയ സമയം ഞാൻ മരിക്കുന്ന സമയമാകണം എന്ന് അല്ലാഹുവിനെ ഭീതിയുള്ള അമ്പിയാക്കന്മാരുടെ
എന്ന് സ്വാംശീകരിച്ചവരെന്ന് ഉറപ്പിക്കപ്പെട്ടവരും അള്ളാന്റെ ഭാഗത്ത് നിന്ന് സിദ്ദീഖുൽ അക്ബർ എന്ന് ആ സ്ഥാനപ്പേര് അള്ളാഹു ജിബ്രീൽ മുഖേന ഇറക്കിയിട്ടുള്ളവരുമായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവരുടെ ദുആയ നമ്മളും ദുആർക്കും ആ ദുആയുടെ സമയം നമ്മളൊന്ന് ചിന്തിക്കണം. അവസാനത്തെ ആ സമയം ദിക്റിലാവണം. വഫലത്തിലാവൂലേ എപ്പോഴും ദിക്ർ ചൊല്ലി കടന്നതാണെങ്കിൽ കടത്തവും ദിക്റിലായി അതൊക്കെ അല്ലാഹു ഓശാരായി തന്നിക്ക. കടക്കുന്ന നേരത്തെ ഒരു മനുഷ്യൻ ദിക്റിലാണെങ്കിൽ ആ ദിക്റിൽ കടന്നാൽ പിന്നെ ഉറങ്ങുന്ന സമയം മുഴുവൻ ദിക്റാണ്. ഇത് അല്ലാഹു ഓശാരായി തന്നിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ വല്ലതുണ്ട് കൂട്ടരെ. അള്ളാന്റെ ദിക്ർ ഉറങ്ങുമ്പോ ഇത് പടച്ചോൻ ഓശാരമായി നൽകില്ല. നമുക്ക് ഉറങ്ങുമ്പോഴല്ല ഉണരുമ്പോഴാണ് നമ്മൾ ജാഗ്രതരാവേണ്ടത്. ആ സമയത്താ ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴേ നമുക്ക് കഴിയൂ. നമ്മളെ കഴിവിൽപ്പെടുന്നതേ അല്ല തോടുന്നുള്ളൂ. ആ സമയത്ത് പടച്ചോന്റെ ദിക്റിലാകാം, നമ്മുടെ ശ്രമത്തിലാകാം. നമ്മുടെ ശ്രമത്തിൽ പടച്ചോന്റെ ദിക്റില്ലാത്ത സമയത്തിന് പേര് വഫലാണ്. ആ വഫലത്തിലാണോ മലക്കുൽ മൗത്ത് പിടിക്കുക. ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. മലക്കുൽ മൗത്തിനെ കുറിച്ച് മലക്കുൽ മൗത്തിന് മാത്രമേ നമ്മളൊരാളെപ്പം മരിക്കണമെന്ന് അറിവുള്ളൂ. നമുക്കതിൽ അറിവില്ലല്ലോ. അതുകൊണ്ട് ആ മലക്ക് പിടിക്കുമ്പോ അതെവിടെയാണെന്ന് ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം ദുന്യാവിന്റെ കാര്യങ്ങളുമായി ഇടപെടുമ്പോ അതിന്റെ ഭാഗത്തു കൂടി ഒരു പേടി വേണം. ദുന്യാവ് കൊണ്ട് ചതിപ്പെട്ടു പോകരുത്. ആയുസ്സിലും ആരോഗ്യത്തിലും ചതിപ്പെടരുത്. സുഖത്തിലും നിഅമത്തിലും ചതിപ്പെടരുത്. ആഖിറത്തിൽ നിരതമാകരുത്. ഇത് പേടിക്കണം. ആറാമത്തെ കാര്യം മിൻ ഖിബലിൽ അഹ്ലി വൽ ഇയാൽ, അവന്റെ ഭാര്യാസന്തതികളുടെയും കൂട്ടുകുടുംബങ്ങളുടെയും ഭാഗത്തു കൂടി പേടിക്കണം. എന്താ പേടിക്കണ്ടേ? ഈ കുട്ടികളും മക്കളും ഭാര്യമാരുമായിട്ട് തന്നെ നിരതമാകുന്നത്. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്നും അവർ നമ്മെ തെറ്റിക്കുന്നത്. ഇത് ജുമാ സൂറത്തിലും മുനാഫിഖൂന സൂറത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ വെള്ളിയാഴ്ച കേൾക്കല്ലേ? യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വഅലമൂ. അങ്ങനെ അല്ലാഹു പറയുന്നല്ലോ, വഅലമൂ, നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയാലട്ടാ, നിങ്ങളുടെ അംവാലും നിങ്ങളുടെ ഔലാദും ഫിത്നത്തുൽ ലക്കും, നിങ്ങൾക്ക് ഫിത്നയാണ്. പടച്ചോനെ വിട്ട് തെറ്റിക്കുന്ന, അള്ളാന്റെ ദിക്റിനെ വിട്ട് തെറ്റിക്കുന്ന, ഹറാമ് നമ്മളെ തീറ്റിക്കുന്ന, വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നവരാ നമ്മളെ കുട്ടികളും മക്കളും. ആ മൂല്യരായി നടന്നിട്ട് എന്താ കിട്ടാം? ആലുമായി നടന്നിട്ട് എന്താ കിട്ടാം? കിതാബ് ഓതാൻ പോയിട്ട് എന്താ കിട്ടാ? അപ്പുറത്തേക്ക് എന്താ കിട്ടാന്ന് മക്കൾ പറയുമ്പോഴല്ലേ ഈ മൂല്യര് ബാപ്പ ചിന്തിക്ക. ഞാൻ മൂല്യര് ബാപ്പാന്റെ മക്കളെ ഇയാൾ ചിന്തിക്കും, ഞാനോ പെട്ട് കുടുങ്ങി ഇതിൽ, ഇനി എന്റെ മക്കൾ ഇതിൽ പെണ്ടായിരുന്നിട്ട് പിന്നെ മൂല്യര് മക്കളെ പഠിപ്പിച്ചിട്ട് വേറൊന്നില്ല. എഞ്ചിനീയർ, ഡോക്ടർ, എല്ലാ മൂല്യരും കുറ്റം പറയണ്ട. ഒരുപാട് മൂല്യന്മാർ ഓലെ മക്കളെ അങ്ങേയറ്റം പഠിപ്പിക്കാൻ നോക്കി വളരെ ശ്രമിച്ചിട്ട് തോറ്റുപോയി, പരാജയപ്പെട്ടിട്ട് മക്കളെയൊന്നും വഴങ്ങായിട്ട് പോയവരുണ്ട്. അത്തരക്കാരും നമ്മൾ കുറ്റപ്പെടുത്തിയാൽ പറ്റൂല. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. മഹാഭാഗ്യം കിട്ടിയവർ വളരെ കുറഞ്ഞോലേ ഉണ്ടാവുള്ളൂ. പണ്ട് നമ്മളെ എൻകുസ്ഥാനം പോലത്തെ കിട്ടിയ മൂല്യന്മാർ, മക്കൾ മൂല്യന്മാർ, മൂന്നാളും മൂല്യന്മാർ ആൺകുട്ടികൾ, മക്കൾ പെൺകുട്ടികളുള്ളവർ ഓർക്ക് കിട്ടിയതൊക്കെ ഈ മൂല്യന്മാർ. ഇങ്ങനെ ചിലർക്ക് അല്ലാഹു തആല കിട്ടിയതാണ്. അത് നമ്മളെ മൂസാ ഉസ്താദിന് കിട്ടിയിരിക്കണം. അങ്ങനെ അവരുടെ അഭീഷ്ടങ്ങൾക്ക് വേണ്ടി, അവരുടെ സംഗതികൾക്ക് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ പിഴക്കുന്നില്ലേ? അതും പേടിക്കണം. ഇതൊക്കെ ആരാ പറയുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. ഈ 6 പേടിയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിക്കുക. ഈ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ട ഈ മഹാപേടി നമുക്ക് വേണ്ട പേടിയാണ് എന്ന് തിരിയണ കാര്യമില്ല. ഈ 6ഉം മലക്കുൽ മൗത്തിനെ നമ്മൾ അറിയില്ലേ? ഹഫളത്തിനെ നമ്മൾ അറിയില്ലേ? അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള പേടി നമുക്ക് ബോധ്യമല്ലേ? കുട്ടികളെയും മക്കളെയും നമുക്കറിയില്ലേ? എല്ലാവരും അറിയല്ലോ. ഈ 6 ഭീതി എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാകണം ഒരു വിശ്വാസി ജീവിക്കേണ്ടതെന്ന ആ ബോധമുണ്ടാകുമ്പോഴേ ഇൽമു കൊണ്ട് ഫലമുള്ളൂ. ഇതിന്റെ അകത്ത് പെട്ടിട്ട് ആരെങ്കിലും നിന്നാല് ഇൽമു കൊണ്ടും അവർക്ക് ഫലമില്ല. മഹാനായ അബുൽ ഹസൻ ഷാദിലി തങ്ങൾ അവർ പറഞ്ഞില്ലേ, ലാ യൻഫഉ അർബഉൻ ലാ യൻഫഉ മാഹും ഇൽം. ഒരു 4 കാര്യം, ആ 4 കാര്യത്തിൽ അകപ്പെട്ടവരോട് കൂടെ ഒരു ഇൽമു ഉപകരിക്കൂല. എന്താ സംഭവം? ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള പിരിശവും ഇഷ്ടവും. ദുനിയാവിന്റെ സുഖങ്ങളിലും ദുനിയാവിന്റെ സ്ഥാനങ്ങളിലും ദുനിയാവിന്റെ പദവികളിലുമുള്ള ഇഷ്ടം, ദുനിയാവിലെ സുഖത്തിനോടുള്ള ഇഷ്ടം.
അത് കിടക്കുന്നിടത്തുണ്ടാവും, തിന്നുന്നിടത്തുണ്ടാവും, സഞ്ചരിക്കുന്നിടത്തുണ്ടാവും, നടക്കുന്നിടത്തുണ്ടാവും, സ്ഥാനമാനങ്ങളുണ്ടാവും, പദവികളുണ്ടാകും. ഇതിനോട് ഇഷ്ടമാണോ ഒരാൾക്ക് ഇൽമു ഉപകരിക്കൂല. ആഖിറത്തെ കുറിച്ചുള്ള മറവി, ആഖിറത്തെ കുറിച്ച് അയാൾ വിസ്മരിക്കുന്നു. ആഖിറത്തിന്റെ ഒരു ഓർമ്മ അയാൾക്കുള്ള സമയം വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരാളാണോ? വഖൗഫുൽ ഫഖർ, ദാരിദ്ര്യത്തെ ഭയമുണ്ടോ? ദുന്യാവിൽ എങ്ങനെയപ്പ ജീവിക്കുക, എങ്ങനെയപ്പടെ ജീവിക്കുക, എങ്ങനെ നടന്നാ ജീവിക്കുക എന്ന് ഭയമുണ്ടോ? ഇൽമു ഉപകരിക്കൂല. മനുഷ്യന്മാരെന്തു പറയും, മനുഷ്യന്മാരെന്ത് വിചാരിക്കും, മനുഷ്യന്മാരോട് ഇങ്ങനെ മുത്തുവെക്കും എന്നിങ്ങനെ മനുഷ്യന്മാരെ കുറിച്ചുള്ള പേടിയും, ദാരിദ്ര്യത്തെ കുറിച്ചുള്ള പേടിയും, ആഖിറത്തെ കുറിച്ചുള്ള വിസ്മൃതിയും, ദുന്യാവിനോടുള്ള പിരിശവും നാലെണ്ണം ഒരാളിലുണ്ടെങ്കിൽ ആ നാലുള്ളയിടത്തെ ഇൽമു ഉപകരിക്കുകയില്ല. ഇൽമു ഉപകരിക്കാൻ അല്ലാഹു തആല ആ കൊണ്ട് തൗഫീഖ് ചെയ്തവർക്ക് മാത്രമേ ഉപകരിക്കുള്ളൂ. ഞാൻ തുടക്കം പറഞ്ഞ ഇബ്ലീസ് വലിയ ഒരുപാടാണ്, പക്ഷേ ഇൽമു ഉപകരിച്ചില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ ആലിമീങ്ങൾ ആരെയും പെടുത്താതിരിക്കുമാറാവട്ടെ. അങ്ങനത്തെ ആലിമീങ്ങളെ സൃഷ്ടിക്കാൻ ഇൽമു കൊടുക്കുക എന്ന പരിശ്രമം മാത്രമേ സ്ഥാപനങ്ങൾക്ക് കഴിയൂ. ഇൽമു കൊടുക്കുക, ഇൽമു കൊടുത്തിട്ട് നല്ല മനസ്സിന്റെ അകത്തേക്ക് അത് സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന മനസ്സിന്റെ സ്വഭാവം പോലിരിക്കും ഇൽമിന്റെ ഉപകാരം. ഇത് ഇൽമു കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഇൽമു പഠിപ്പിക്കുന്ന അധ്യാപകന് നൽകാൻ പറ്റുന്നത് ഗുണകാംക്ഷയോടുകൂടെ, നല്ല വിചാരത്തോടുകൂടെ, ഇഖ്ലാസോടുകൂടെ അദ്ദേഹത്തിന് പഠിച്ച ഇൽമ്, നൂറായി കിട്ടിയ പരമ്പരാഗതമായ ഇൽമ്, അത് നൂറാണെന്ന നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകൻ തന്റെ അധ്യാതാവിനും വിദ്യാർത്ഥിക്കും ഇത് കരുതുമ്പോ ആ വിദ്യാർത്ഥിയുടെ പാകതക്കനുസരിച്ചാണ് ആ വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ അതിന്റെ ഫലങ്ങൾ കാണുക. അതിൽ മുളക്കുന്നത് അങ്ങനെയാ വരിക. ഈമാനോ മുളക്കുക, നിഫാഖോ മുളക്കുക എന്നൊക്കെ കിട്ടിയ ഇൽമിനനുസരിച്ചൊക്കെ വരും. അള്ളാഹു നല്ല ഈമാൻ മുളക്കുന്ന കൂട്ടവരിൽ നമ്മളാക്കുമാറാവട്ടെ. ആ വിധത്തിൽ പറ്റുന്ന ആലിമീങ്ങളെ സൃഷ്ടിക്കുന്നതിനാണ് പണ്ഡിതന്മാർ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനീ പറഞ്ഞതുപോലെ സംഘടന വളർത്തലോ മറ്റേതെങ്കിലും ലക്ഷ്യങ്ങളോ ജാമിയ വഹബിയുടെ സ്ഥാപനത്തിലില്ല. ഞാൻ തുടക്കത്തിൽ നിങ്ങൾ കേട്ടല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷരും പ്രസിഡന്റുമാണ് ജാമിയ വഹബിയ തുടങ്ങുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവർകൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗികമായ സ്ഥാപനം പട്ടിക്കാട് ജാമിയ നൂരിയ അന്നുണ്ട്. അതിൽ ആദ്യത്തെ വിദ്യാർത്ഥികളെ അതിൽ യോഗ്യരാണോ എന്ന് പരിശോധിക്കുന്ന സെലക്ഷൻ പരീക്ഷയ്ക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് ബിരുദം കൊടുക്കുന്നതിന് വേണ്ട അവരുടെ വാർഷിക പരീക്ഷയ്ക്കും വേണ്ടി പോകുന്ന നേതാവാണ് അന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ. പട്ടിക്കാട് സെലക്ഷൻ ബോർഡിലെയും നേതാവ്, അതിൽ ഡിഗ്രി കൊടുക്കുന്ന യോഗ്യരായ പണ്ഡിതന്മാരെ പരീക്ഷിക്കുന്ന പരീക്ഷാ ബോർഡിന്റെയും നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖുന. ആ ശൈഖുന സമസ്ത എന്ന സംഘടനയ്ക്ക് വേണ്ടിയല്ല ഇതുണ്ടാക്കിയതെന്ന് മനസ്സിലാക്കണം. സമസ്തക്ക് ഒരു കോളേജ് ഉണ്ട്, മറ്റൊരു സംഘത്തിന് വേണ്ടിയല്ല, വേറൊരു സംഘത്തിന് മൂപ്പരന്നില്ല. ബഹുമാനപ്പെട്ടവരൊന്നുണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്റെ വിദ്യാർത്ഥികളിലുള്ള സംഘം ആരുമില്ലാതെ നഷ്ടപ്പെട്ട് വെല്ലൂരിലെ പ്രിൻസിപ്പാളോട് കൂടെ ഇറങ്ങിപ്പോരുമ്പോൾ അവരുടെ പഠനത്തിന്റെ ഡിഗ്രി അവസാനിക്കാൻ സമയത്ത് 4 മാസമുള്ളപ്പോൾ അത് കൊടുക്കാൻ കഴിവില്ല ഒരവസ്ഥ. അതാരും സ്വീകരിക്കാതെ ജാമിയ നൂരിയയിൽ വെച്ച് കൊടുക്കാതെ വന്നപ്പോൾ അതിനാണ്. പിന്നെ ഈ സ്ഥാപനം അന്നുണ്ടെങ്കിൽ ഇല്ലാതെയാൽ ഒരിക്കലും സനത് കൊടുത്തു, പിന്നല്ലാതെയായി എന്ന് പറഞ്ഞാൽ പിന്നെ ആ സനത് നിലനിൽക്കുമോ, പിന്നെ ആ സ്ഥാപനം നിലനിൽക്കുമോ, പിന്നെ ആ ഇൽമു നിലനിൽക്കുമോ? ഒന്നും നിൽക്കൂല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ തുടർന്നു പോവുക. ഇതിലൊരു താല്പര്യമില്ല, സ്വാർത്ഥതയില്ല, മറ്റു ചിന്തകൾക്ക് വഴിയില്ല, ഒരു നിർബന്ധിതാവസ്ഥയിലുള്ള തുടക്കം. ആ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന് കിട്ടിയ വെളിച്ചം തന്നെയാണ്. അതൊരു മഹത്തായ വെളിച്ചമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ബാക്കിൽ വന്ന അതിൻ്റെ ഇപ്പോഴത്തെ ഉസ്താദുമാരുടേതൊന്നുമല്ല. ഈ ഉള്ളവൻ ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്നത് ജാമിയ വഹബിയ 10-12 വർഷം കഴിയുന്ന 10-12ാമത്തെ വർഷം കഴിഞ്ഞിട്ട് അപ്പോഴായി ഉള്ളവൻ. അപ്പൊ ആ നിലയിൽ വരുന്നവരൊന്നുമല്ല, അതിൻ്റെ ഒക്കെ മുമ്പുള്ളവർ കാലത്തെ ശൈഖുനായുടെ ബർക്കത്ത്. ആ ബർക്കത്തോ പൊന്നാനിയിലെ മഖ്ദൂമീങ്ങളിൽ നിന്നും ആ പരമ്പരയിലൂടെ കിട്ടിയ ശരിയായ ഇൽമുള്ളവർ അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പൊന്നാനി പഠിച്ചവർ, കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ മുദരിസുമാരിൽ ശൈഖുനയെ ഉള്ളൂ. ആ നിലക്ക് പൊന്നാനി മഖ്ദൂമാരുടെ പാരമ്പര്യ പ്രകാരമുള്ള ആ സനത് നൽകപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിന് നൽകുന്ന സഹായങ്ങളൊന്നും വൃഥാവിലാവില്ല. അള്ളാഹുവിൻ്റെ അറിവിന് വേണ്ടിയിട്ട് തന്നെയാണ്. അത്തരം വലിയ വലിയ ആലിമീങ്ങൾ, കഴിഞ്ഞുപോയ ആലിമീങ്ങൾ, അവരെ പോലത്തവരൊന്നും ഈ കേരളം പ്രസവിക്കാൻ പോകുന്നില്ല. ഇനി എത്ര വലുതായാലും അവരെ പോലുള്ളവരെ കേരളം പ്രസവിക്കില്ല, ഉറപ്പല്ലേ? മുൻഗാമികളെക്കാൾ വലിയവരെ പിൻഗാമികളിൽ കാണില്ല.
ബുദ്ധിയുള്ളവരുണ്ടാകാം, ശക്തിയുള്ളവരുണ്ടാകാം. പക്ഷെ ഇൽമു കൊണ്ടും സ്വലാഹ് കൊണ്ടും മികച്ചവരെപ്പോഴും ഖൈറായിട്ടുള്ളവർ മുൻഗാമികളായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള വാചകമായതുകൊണ്ട് ആ മുൻഗാമികളോളം വലിയവർ പിന്നെ വരാനില്ല. അങ്ങനെയുള്ള മുൻഗാമികൾ ഒരുപാട് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചവർ ഇതിന്റെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ടവരായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 10-30 വർഷക്കാലം ഇതിന്റെ പ്രിൻസിപ്പളായിരുന്നവർ. 2-3 വർഷം മുൻപാണ് എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുനാ അലവി ഉസ്താദ് അവറുകൾ വഫാത്തായത്. അതുവരെ 10-30 വർഷക്കാലം അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ സന്തതിയായിരുന്നു. ആദ്യത്തെ ബാച്ചിലെ സന്തതി. അവരൊക്കെ വഫാത്തായിപ്പോയി. ഇനിയും ആ കൂട്ടത്തിൽ ആളുകൾ വളരെ കുറവാണ്. അത്തരത്തിലുള്ള ആലിമീങ്ങളെ വളർത്തുവിട്ട് ഈ സ്ഥാപനത്തിന്റെ വെളിച്ചം നിലനിൽക്കാൻ അതിന്റെ ഷെയ്ഖായി ബഹുമാനപ്പെട്ട നമ്മുടെ പി മൂസ ഉസ്താദിന്റെ കൂടെ വെല്ലൂരിലുണ്ടായിരുന്ന കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷരായ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ട മൗലാന എൻകെ ഉസ്താദ് അവറുകൾ, ആ ഉസ്താദ് അവറുകൾ ഷെയ്ഖുൽ ജാമിഅ എന്ന പേരിൽ അതിന്റെ ചാൻസലർ സ്ഥാനം വഹിച്ചിട്ട് ഒരു സ്ഥാപനമാണ് ജാമിഅ വഹബിയ. അതിന്റെ എല്ലാ നന്മകളിലും എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഭാഗഭാക്കാകണമെന്ന് ഉണർത്തുകയും അതോടൊപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പരിപാടികൾ സമാപിക്കുന്ന സമ്മേളനത്തിൽ പരമാവധി പറ്റുന്ന സുഹൃത്തുക്കൾ, ചെറുപ്പക്കാർ, ഞങ്ങളുടെ നാടിൽ നിന്നൊക്കെ വരുന്നമായിരുന്നു വരാൻ കഴിയില്ലോ, പറ്റുന്നവരുണ്ടെങ്കിൽ വണ്ടികൾ സംഘടിപ്പിച്ചോ അല്ലാതെ ഒറ്റക്കോ ട്രെയിനിലോ ഒക്കെ വരാം. വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയാൽ കുറച്ച് ഷൊർണൂരിൽ വന്നിട്ട് ഷൊർണൂരിൽ നിന്ന് വാണിയമ്പലത്ത് ഇറങ്ങിയാൽ വാണിയമ്പലത്ത് നിന്നൊരു 2 കിലോമീറ്റർ വണ്ടൂരിലേക്കുള്ളൂ. വണ്ടി തന്നെ പോരാൻ പറ്റിയതാണ്, നല്ല ട്രെയിൻ തന്നെ. പറ്റുന്ന ആളുകൾ, ചെറുപ്പക്കാരും പറ്റുന്ന മൗലിയന്മാരും മുതഅല്ലിമീങ്ങളും എല്ലാം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ശേഷം നടക്കുന്ന ദുആക്കും അല്ലാഹു തആല ഖബൂൽ നൽകുമാറാവട്ടെ.